വളരെ പ്രസക്തമായ ചില വിഷയങ്ങളാണ് നമ്മുടെ പഠനത്തിനുള്ളത്. കണ്ടംപററി ചലഞ്ചസ് ടു ക്രിസ്ത്യാനിറ്റി. നമുക്കൊരു വചനം വായിച്ചുകൊണ്ട് ആരംഭം കുറിക്കുന്നതാണ് യുക്തം. Let's read a portion from Holy Scripture. Epistle of Hebrews chapter 10 verse 32. എബ്രായ ലേഖനം 10:32 മുതൽ ഉള്ള വേദഭാഗങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. ആമേൻ. നമുക്കൊരാമുഖം പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം. സ്റ്റാർട്ട് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ സ്നാപക യോഹന്നാനാണ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഈ മനുഷ്യൻ യേശുവിൻ്റെ ഫോർറണ്ണറാണ്, മുന്നോടിയാണ്. ദ പർപ്പസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഈസ് ടു ഇൻട്രൊഡ്യൂസ് ജീസസ് ആസ് ദ മെസ്സായ ടു ദ ജൂവിഷ് പീപ്പിൾ. ജൂത സമൂഹത്തോട് മശിഹ എന്ന യേശുവിനെ പരിചയപ്പെടുത്താൻ വന്ന ആമുഖകർത്താവാണ് ആക്ച്വലി യോഹന്നാൻ. അദ്ദേഹം വളരെ നന്നായിട്ട് മിനിസ്റ്റർ ചെയ്തു, വളരെ പവർഫുള്ളായിട്ട്. പക്ഷെ ഒരു ചെറിയ പ്രതിസന്ധി ഒടുവിൽ രൂപപ്പെട്ടു. ആ പ്രതിസന്ധിയുടെ കാരണം പരിശോധിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ സംശയിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. പാസ്റ്റർ റജി അവറുകളാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ റജിപ്പാസ് അടുത്തൊരു റൂമിൽ വേറൊരു ക്ലാസ് തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? കിട്ടാവുന്ന ആളുകളെ സംഘടിപ്പിച്ച് അടുത്തൊരു മുറിയിൽ ക്ലാസ്. ഇതുപോലെയാണ് സ്നാപകൻ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സ്നാപകൻ്റെ സെമിനാരി തുടരുകയും ചെയ്തു. ശരിയല്ലേ? സ്നാപകൻ ആ ക്ലാസ് പിന്നെയും തുടരുകയാണ്. ബട്ട് പർപ്പസ്ഫുള്ളി ഹീ നീഡ് ടു അസിമിലിയേറ്റ് with the teachings of Christ. He can be the first disciple of Christ. അദ്ദേഹമായിരുന്നു ആദ്യത്തെ ശിഷ്യനാകണ്ടേ. പക്ഷെ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. വാട്ട് വാസ് ദ സിലബസ് ഓർ കരിക്കുലം ഓഫ് ദ കോഴ്സ്? എന്തായിരുന്നു പഠിപ്പിച്ചത്? എന്തായിരുന്നു പറഞ്ഞത്? മലയാളം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവും. എന്തോ ഇടയ്ക്കിടയ്ക്ക് അറ്റമുറിയൊക്കെ പറയാം. ഐ നോ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ സോ ഐ നോ എ ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പോലൊരു ഭാഷ തന്നെയല്ല. ഞങ്ങൾ ഈ മലയാളത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്, റജിപ്പാസൊക്കെ അറിയാം അത്യാവശ്യം. അത് വേറെ ഒരു നിലയിലായതുകൊണ്ട് മനസ്സിലാക്കാനൊരല്പം പ്രയാസമുണ്ട്. പൗലോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ എഴുത്തുമൊക്കെ അല്ലേ ശീലിച്ചു വന്നൊരു രീതി നാട്ടിൽ. അപ്പോൾ ശ്രമിക്കാം. അപ്പോൾ സ്നാപകൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഒരു വിഷയ ദാരിദ്ര്യം അദ്ദേഹത്തിന് നേരിട്ടോന്നൊരു സംശയം. കാരണം അദ്ദേഹം നേരെ ഈ പൊളിറ്റിക്കൽ സയൻസിലേക്ക് തിരിയുക. നിലനിന്നിരുന്നൊരു വ്യവസ്ഥയ്ക്കെതിരെ പ്രസംഗിക്കുകയാണ്. ഹെരോദ
യു ആർ നോട്ട് ഗുഡ്, ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ഹെരോദക്കെതിരെയാണ് പ്രസംഗം. അത് നടക്കില്ല. കാരണം അബ്സല്യൂട്ട് പവർ ബിലോങ്സ് ടു ദ ഡൈനാസ്റ്റി. അപ്പോൾ ഡൈനാസ്റ്റിയുടെ കയ്യിലിരിക്കുന്ന അബ്സല്യൂട്ട് പവർ ഇന്നത്തെ പോലെ ഡെമോക്രസി അല്ല, ജനാധിപത്യമല്ല. പരിണിത ഫലം മരിക്കും. ഒടുക്കം അദ്ദേഹത്തെ ജയിലിലിട്ടു. ജയിലിൽ കിടക്കുന്ന യോഹന്നാൻ ഒരു ചോദ്യം ചോദിക്കുക. ശിഷ്യന്മാർ കാണാൻ വന്നപ്പോൾ, നിങ്ങൾ പോയിട്ട് യേശുവിനെ കാണണം, എന്നിട്ട് ചോദിക്കണം ഒരു ചോദ്യം, വരുവാനുള്ളവൻ നീ തന്നെയോ? ആ ശിഷ്യന്മാർ നമ്മളായിരുന്നെങ്കിൽ എന്ത് പ്രയാസമായിരുന്നു അല്ലേ? ഇത്രയും നാൾ മാഷെടുത്ത ക്ലാസ്സിനകത്ത് ഞങ്ങളോട് പറഞ്ഞെന്താ? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് വരുന്നത്. ബാപ്റ്റിസം നടത്തുമ്പോൾ പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് കണ്ടു. ഒരു അശരീരി ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇതെല്ലാം കേട്ടിട്ട് ഇപ്പം അങ്ങ് ചോദിക്കുകയാണ്, വരുവാനുള്ളവനെയോ? ഇത്രയും വലിയ മെസ്സേജ് കിട്ടിയ ഇത്രയും ഒരു അഭിഷിക്തൻ, ഒരു വാഗ്ദത്തപുത്രൻ, ഒരു പ്രാർത്ഥന മനുഷ്യൻ, സർവോപരി വിശുദ്ധൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ കാര്യത്തോടെടുപ്പ് പതറിപ്പോയി. പക്ഷേ ബൈബിളിലൊരു ചെറിയ മനുഷ്യനുണ്ട്, പേര് സെയിൻറ്റ് പോൾ, ശൗൽ. ആ പദത്തിന് തന്നെ ചെറിയവൻ എന്നർത്ഥം. പൗലോസ് എന്ന് പറഞ്ഞാൽ, ശൗൽ എന്ന് പറഞ്ഞാലും അർത്ഥം ചെറിയവൻ. വാഗ്ദത്ത പുത്രനല്ല, യേശുവിൻ്റെ മുന്നോടിയല്ല, 12 ശിഷ്യന്മാരിൽ ഒരുവനല്ല, യേശുവിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ആ മനുഷ്യനും തടവിലായി. വലിയ പ്രതിസന്ധി കൂടാ. യോഹന്നാൻ ഒരു തവണ കയറിയതേ ഉള്ളൂ. പൗലോസ് ഒരു വട്ടമാണോ? അടുത്ത തവണ പോവാണ്. യേശുവിനെ അക്ഷരിക കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാത്ത, യേശുവിന് സ്നാനം കൊടുക്കുകയോ യേശുവിൽ നിന്ന് സ്നാനം കൈപ്പറ്റുകയോ ഒന്നും ചെയ്യാൻ അവസരം കിട്ടാത്ത ആ മനുഷ്യൻ പറഞ്ഞിട്ട് ദൂത് വായിച്ച നമ്മൾ തുടങ്ങിയത് പഴയ ചോദ്യം, വരുവാനുള്ളവൻ നീയോ? ചോദ്യം എലിസബത്തിൻ്റെയും സക്രിയായുടെയും മകനായ സ്നാപക യോഹന്നാൻ, സ്ത്രീകളിൽ ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ, വരുവാനുള്ളവൻ നീയോ? ഉത്തരം, തർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള പൗലോസ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. അതുവരെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്തൊരു പവർഫുൾ വാക്കുകളല്ലേ? എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഇതാണെന്ന് വായിച്ചു തുടങ്ങി. ഈ വാക്കുകൾക്ക് എന്തൊരു ആനന്ദം അല്ലേ? ഈ മനുഷ്യനെ പറഞ്ഞു തരുന്നത്, പേടിക്കരുത്, പിന്മാറരുത്. സുഖലോലുപതയുടെ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ടല്ല പറഞ്ഞത്, വല്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടവരോട് പറയുകയാണ്, ഭയപ്പെടരുതെന്ന്, പേടിക്കരുതെന്ന്, ഭാരം വേണ്ടെന്ന്. ഇതൊരു ക്ലാസ് ആണെങ്കിലും ഇതൊരു വചന സൂക്ഷിയാട്ടോ. ഇപ്പം നോട്ട് എഴുതിയില്ലെങ്കിലും ഹൃദയത്തിൽ സംഗ്രഹിച്ചോണം. ഹല്ലേലൂയ. കാരണം വചനം നമ്മളെ ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ദൈവദാസന്മാർക്ക് അവരോട് ചോദിച്ചാൽ പറയും, ഒത്തിരി ക്ഷീണിച്ച് നമ്മളിരുന്നാൽ പ്രവാചകൻ്റെ അടുത്ത് പോകുന്നില്ലെന്നല്ല, നമ്മളൊന്ന് പ്രസംഗിച്ച അനുഭവം അങ്ങനെ അല്ലേ ചാ? പിന്നെ നമ്മൾ ഇതിൻ്റെ പകുതി അടി ഞങ്ങൾക്കിട്ടാ കിട്ടുന്നത് പറയുമ്പോൾ നിങ്ങളറിയുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ? നമ്മളും സർവീസ് ചെയ്യപ്പെടുന്നുണ്ട്, ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ വചനത്തെ നമ്മളങ്ങോട്ട് നമ്മെ തന്നെ വചനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അത് നമ്മിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അത്ര പവർഫുള്ളായ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ സമകാലികമായ വെല്ലുവിളികൾ, കണ്ടംപററി ചലഞ്ചസ് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങണം. ഇതൊരു പുതുമയൊന്നുമല്ല, പുതിയ കാര്യമല്ല. ഒരു ചെറിയ പ്രശ്നം, ഈ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ സാധാരണ പറയുന്നത് നമ്മളിപ്പോൾ ലവോദിക്ക പീരീഡിലാണെന്ന് അല്ലേ? എനിക്കത് വലിയ വിശ്വാസമുള്ള ആളല്ല. ഈ ലവോദിക്ക പീരീഡിൽ വന്നു എല്ലാം തകർന്ന് കിടക്കാണ്. ഈ ശുഭാപ്തി വിശ്വാസികൾ, ഒപ്റ്റിമിസ്റ്റിക് അല്ലാതെ നമുക്ക് ക്രിസ്ത്യൻ ലൈഫിനെ കാണാൻ പാടില്ല. നമ്മളിന്ന് ഏറ്റവും തകർന്നൊരു ക്രിസ്ത്യാനിറ്റിയാണ്.
എല്ലാം തകർന്നു കിടക്കുന്നു. ഇന്ത്യയിൽ പോരാ, അമേരിക്കയിൽ വല്ലാത്തൊരവസ്ഥയാണ്, UK തകർന്നു കിടക്കുന്നു. അങ്ങനെയൊന്നും അല്ലെന്നേ, അങ്ങനെ അങ്ങ് തകർന്നൊന്നും കിടക്കില്ല. ഇതാരാ ഈ കാലഘട്ടം തിരിച്ചെന്നൊരു പിടിയില്ല. കുറച്ച് നാൾ നമ്മൾ ആട്ടെ, ഇപ്പോൾ നമ്മളെല്ലാം ഈ ലവോദിക്ക പീരീഡിലാണെന്ന് പറഞ്ഞാൽ പാവം ഗ്രഗാസ്റ്റൈൻസിൻ്റെ ഭാര്യയൊക്കെ എന്ത് ചെയ്യും? അവർ ഉഷ്ണവാനും ശീതവാനും അല്ലാത്ത ആൾക്കാരാണോ? ഇന്നും കിട്ടി ഛത്തീസ്ഗഡിലൊക്കെ ആലയം ഇടിച്ച് തകർത്ത് പാവങ്ങൾ ഇതുവഴി രക്തമൊഴുക്കിക്കൊണ്ട് വന്ന് അവരെ നിർബന്ധിക്കുക ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ. അവരെന്നോട് വിളിക്കുക ജയ് മഷിക. അവരാണ് കേട്ടോ. നമ്മൾ പറയാം ഉഷ്ണവാനും അല്ല ശീതവാനും അല്ലെന്ന് പറഞ്ഞ് എങ്ങനെ നോക്കും? അത് തന്നെ വേറെ ന്യായവിധി വരും. ആവശ്യമില്ലാതെ പറയരുത്. എൻ്റെ ഒരു പഠനം, 7 സഭകളിലും പെട്ടവൻ ഇന്നും ഉണ്ട് അന്നും ഉണ്ട്. ഉഷ്ണവാനും ശീതവാനും അല്ലാത്തവൻ അന്നും ഉണ്ട് ഇന്നും ഉണ്ടെന്ന്. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിലുള്ളതുപോലെ നമ്മുടെ കയ്യിലും ഉണ്ടെന്ന്. അതാണ് ഈ തീരുമ്പോൾ പറയും, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന്. തുടക്കം ഒരു ചർച്ചിനോടാ, ദൂത് കൺക്ലൂഡ് ചെയ്യും പറയാം സഭകളോട്. ബഹുവചന നമുക്കെല്ലാം ഉള്ളതാ 7 ദൂതും. അല്ല, ഒരു കാലത്തേക്കൊന്നും എഴുതി വെച്ചല്ല, എല്ലാ വചനവും നമുക്ക് വേണ്ടതാണ്. ഇതിൻ്റെ കാരണം, ഈ ചർച്ചിന് പീഡ വന്നത് ഒരു പുതിയ കാര്യമല്ലെന്ന് പറയാനാ. വിടുതൽ വന്നതും പുതിയ കാര്യമല്ല. ഇപ്പം അഭികരിക്കുന്നതൊക്കെ ഏതാണ്ടൊരു പുതുമ പോലെ തോന്നുന്നുണ്ടാ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നേ. നമ്മൾ തുടങ്ങിയത് ഇതിനകത്താണ്, പീഡയ്ക്കകത്താണ്, അസ്വസ്ഥതയ്ക്കകത്താണ്. അത് ഞാൻ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ വന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിനകത്തിപ്പം വന്ന് ഈ പല പാർട്ടിയുടെ നേതാവ് മരിക്കുന്നതോട് അതങ്ങ് തീരുക. ഇന്ത്യയിൽ ഒത്തിരി പാർട്ടികൾ നശിച്ചുപോയി. അതിലും പെട്ടെന്ന് നശിക്കേണ്ട മാർഗമായിരുന്നു നമ്മുടെ സുവിശേഷം. കാരണം യേശു മരിക്കുന്നത്, ആ സന്ദർഭം നിങ്ങൾ മാനുഷികമായിട്ട് നോക്കണം. കെട്ടുറപ്പുള്ളൊരു സംഘടന ഇല്ല. ട്രഷറാണെങ്കിൽ ആത്മഹത്യ ചെയ്തു. കണക്കുണ്ടോ കാര്യമുണ്ടോ അതുമില്ല. ഞങ്ങൾക്ക് അവിടെ ഒരു ട്രഷറുണ്ടായിരുന്നു. പുള്ളി ഈ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഈ അല്പം കഴിഞ്ഞാൽ പറയും എനിക്ക് പ്രഷറുള്ള ഷുഗറുള്ള മനസ്സിലായോ എന്ന് ചോദിച്ചു ഭയങ്കരമായിട്ടങ്ങ് ചൂടാവും. അതിനാ പ്രഷർ തീർന്നേ, ഞാൻ പോവാ, ഞാനെല്ലാം ഇട്ടിട്ട് പോവാന്ന് പറയും. നമ്മുടെ വിചാരം ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതല്ല. അങ്ങനെയല്ല, ഞാൻ പോയാൽ ഇത് കുറേ കൂടെ നന്നാവും, അതാ പഠിക്കണ്ടേ. മനസ്സിലായില്ലേ? നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഇത് കുറേ കൂടെ നന്നാവും, ഒന്ന് മാറി നോക്കുക, അന്നേരം അറിയാം. ഇതുപോലെയാണ് ട്രഷറ് പോയി. ഹെഡ്ക്വാർട്ടറില്ല. ഒന്നിച്ച് കൂടാനുള്ളൊരു സ്ഥലം മാർക്കോസിൻ്റെ വീടാണ്. അവിടെ ഒന്നിച്ച് കൂടുന്നേ. കൊള്ളാവുന്നൊരു നേതാവും ഇല്ല. ഉണ്ടായിരുന്ന ഒരുത്തനായിരുന്നു പത്രോസ്. പുള്ളി ഇപ്പോൾ ഒളിച്ചിരിക്കുക കർത്താവ് മരിക്കുമ്പം. ഞാൻ അവനെ അറിയുന്നു പോലും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. ഒറ്റയൊരുത്തരും കൊള്ളൂല. ഇങ്ങനൊരു സംഘടനയെ ആകാശത്തിനും ഭൂമിക്കും അല്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് യേശുദേവ് മരിച്ചു. നാട്ടുകാരല്ല എന്നൊക്കെ ഫേസ്ബുക്ക് കൊണ്ട് കമൻ്റ് എടുത്ത് തീർന്നു, സംഗതി തീർന്നു. ഇനി വരവില്ല. ആ നിരീക്ഷണം കറക്റ്റാണ്. നിരീക്ഷരൊക്കെ പറയും അത് കറക്റ്റാണ്. കാരണം എന്താ, ലീഡർഷിപ്പിലുള്ള ആൾ മരിച്ചു. ഒരു വിവേകം കാണിക്കണമായിരുന്നു യേശു. എന്താണെന്ന് അറിയണ്ടേ, കഴിവുള്ള ഒരാളെ പിടിച്ചിട്ട് കഴിവുള്ളവനെ വെക്കണമായിരുന്നു. നിക്കോദിമോസൊക്കെ വന്നാ പ്രാർത്ഥന. എത്ര കഴിവുള്ളവർ വന്നു. ലീഡർഷിപ്പ് കൊടുക്കണ്ട, പക്ഷെ കൊടുത്ത ആർക്കാണ്? പത്രോസിനാ. നമ്മളാണെ കൊടുക്കും, ഇതുപോലൊരു മനുഷ്യനെ കൊടുക്കൂല. അപ്പോഴേ പത്രോസിൻ്റെയൊക്കെ അറിവ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർത്തിട്ടുണ്ട്. ക്ഷമിക്കണം. നമ്മുടെ കർത്താവ് കടലിൻ മീതെ നടന്നു വരിക. നടന്നു വരുമ്പോൾ ചോദിക്കുകയാണ്, ഇത് കർത്താവാന്ന് കുറേ പേര്, അത് പിശാചാണെന്ന് ചില പേര്, ഭൂതം. പത്രോസ് തന്നെ പരിഹാരം ഉണ്ടാക്കിയിട്ട് പറയാ, അതവിടെ നിൽക്കുക, നമുക്ക് ആ വരുന്ന ആളിനോട് തന്നെ ചോദിക്കാമെന്ന്. ആരാന്ന്? കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ അങ്ങോട്ട് വിളിക്കാൻ. ഇനി ഇതല്ല പിശാചി കള്ളം പറഞ്ഞാണേലോ. നീന്തറിയാമെങ്കിലും നമ്മൾ വെള്ളത്തിൽ പോവും. അപ്പുറത്ത് ഭൂതമാണെങ്കിൽ വെള്ളത്തിൽ പോവും. ഇനിയുകൊണ്ട് വേറൊരു സന്ദർഭം, മറന്നു പോകാത്തൊരു സന്ദർഭം. കർത്താവ് ഒരു രാത്രി വരുന്നു. പത്രോസ് പടയിൽ കിടന്ന് ഉറങ്ങുകയാണ്.
കർത്താവ് വരുമ്പോഴേക്ക് പത്രോസ് നഗ്നനായിരുന്നു. നഗ്നൻ എന്ന് പറഞ്ഞാൽ ഈ പക്ക നഗ്നനായി നിൽക്കുന്നല്ല കേട്ടോ. ഒരു മാന്യമല്ലാത്ത വസ്ത്രമുണ്ട്, പൊതുരംഗത്തോട്ട് വരാൻ പറ്റാത്ത, അങ്ങനെ കിടക്കുക. ആ സമയം എന്തേ കർത്താവ് വരുന്നു. എനിക്ക് അന്ന് പോലെ പേടിയാണ്. അത് പിന്നെ ഞാൻ പാൻറ് ഇട്ടുകൊണ്ട് ഇഞ്ച് ചെയ്തുകൊണ്ട് ഉറങ്ങണമെന്ന് പറയുന്ന ഒരാളാണ്. കഴിവതും ബെൽറ്റും ഒക്കെ കെട്ടി മര്യാദക്കുള്ള വസ്ത്രമൊക്കെ ധരിച്ചു വേണം നമ്മൾ. അതായി വരുന്ന സൂചന. എപ്പോഴും റെഡി ആയിരിക്കണം അല്ലേ. അപ്പോൾ അടുത്തത് കർത്താവ് എപ്പോഴും വരാമെന്ന് ഓർത്ത് ഒരുങ്ങി കഴിയണം. ഈ മനുഷ്യൻ കർത്താവിനോട്ട് ഒരു എടുത്ത് വെള്ളത്തിൽ ചാടി, അങ്കി അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടിയെന്ന്. അങ്ങേരെ തന്നെ അങ്കിയാണോ കിട്ടിയ ഏതോ ഒരു അങ്കി എടുത്ത്, ഈ അങ്കി അരയിൽ ചുറ്റാനുള്ളതാണോ? അത് പുതയ്ക്കാനുള്ള, അവിടെ നിന്നാൽ മതി, അത് പുതച്ചുകൊണ്ട്. ഇതിനൊന്നും തോന്നിയില്ല. വെപ്രാളം പിടിച്ചൊരു ചാട്ടം. ചാടിയെന്ന് മാത്രമല്ല, അങ്കി നനഞ്ഞു, അങ്ങേര് വെള്ളത്തിൽ ചാടി. നാട്ടുകാരെല്ലാം അറിയുകയും ചെയ്തു, നമ്മളൂടെ അറിഞ്ഞു. സ്വർഗത്തിൽ ചെന്നാൽ ഇദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് ചിരി വരും. ഈ മനുഷ്യനായിരുന്നല്ലോ അതെന്ന് ഓർത്തല്ലേ. പക്ഷെ ഇത്രയും അറിവില്ലാത്ത, പ്രാപ്തനല്ലാത്ത ഒരാളെ പിടിച്ചിട്ട് കർത്താവ് പറയുക, നീ ആ ലീഡർ. ഇങ്ങനെ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ വന്ന്, അതിൻ്റെ പേരാണ് കൃപ. നീ ആ ലീഡർ, നീ ആ പ്രസംഗം, നീ ആ ക്ലാസ് എടുക്കുന്ന, നീ ആ പാടുന്നേ, നീ ആ പാസ്. അതിലേറ്റവും അത്ഭുതം നമുക്ക് തോന്നുന്നു, അതെങ്ങനെ? ഹല്ലേലൂയ. അപ്പൊ കൃപയാലാണ് നമ്മളെല്ലാം ഇവിടെ വന്നേ. ഒന്നും യോഗ്യത കൊണ്ട് കർത്താവ് ഒന്നും ആക്കില്ല. ഞാൻ ഒത്തിരി അടുത്തത് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ്. യോഗ്യത വെച്ച് ട്രഷറാക്കേണ്ട ആൾ മത്തായി ആയിരുന്നു. കാരണം പുള്ളിക്ക് ഈ അക്കൗണ്ടൻസിയൊക്കെ നല്ല വശമുള്ള ആളാണ്. എന്താ കാര്യം? പണി ചുങ്കം പിരിക്കുകയാണ്. അക്കൗണ്ടൻസി അദ്ദേഹം നന്നായി പഠിച്ചൊന്ന് തെളിവ് ആ വംശാവലി വായിച്ചാൽ മതി. ആദ്യത്തെ ജീനിയോളജി. അതിങ്ങനെ അക്കൗണ്ടൻസി പോലെ ഇങ്ങനെ തലമുറകൾ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ, അത് അക്കൗണ്ടൻസി. അത് അടുക്കി വെച്ചിരിക്കുക. ഈ ക്രമത്തെ കണക്കെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അക്കൗണ്ടൻസി കൊടുത്തോ? ഈ ട്രഷറാക്കിയോ? ഇല്ല. അപ്പോൾ പറഞ്ഞത്, ഇത്തരം അസ്വസ്ഥതയിൽ കിടന്ന ഒരു സ്ഥാപനം. പക്ഷെ അവരൊരു കാര്യം അറിഞ്ഞില്ല. പിശാചുക്കളൊരു കാര്യം അറിഞ്ഞില്ല, എതിരാളികളൊരു കാര്യം അറിഞ്ഞില്ല, മനുഷ്യത്വം കൊണ്ട് വിലയിരുത്തുന്നവരൊരു കാര്യം അറിഞ്ഞില്ല. കന്യകയിൽ ജനിച്ച ക്രിസ്തുവിനേക്കാൾ, കടലിൽ മീതെ നടന്ന ക്രിസ്തുവിനേക്കാൾ, ആയിരങ്ങളെ സൗഖ്യമാക്കിയ ക്രിസ്തുവിനേക്കാൾ കരുത്തനായിരുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. അത് കരുത്ത ശക്തിയാണ്. അങ്ങനെ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ലെന്ന് വാഗ്ദത്തം കൊടുത്തവൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ പോയില്ല, ഒക്കില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ മാസ്റ്റർ ടീച്ചർ വിൽ കം. ഗൗരവങ്ങളുടെ അധ്യാപനം വരും, ക്ലാസ്സങ്ങൾ തുടങ്ങും, സകല സത്യത്തിലും വഴി നടത്തുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഇതൊക്കെ ഈ വരുന്ന വഴിക്ക് കുറേ കാര്യം പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ കൊണ്ട് പറയാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പത്രോസ് എന്ന മനുഷ്യനുണ്ടല്ലോ, നമ്മൾ കണ്ട ആള്, ഇതൊക്കെ പറയുമ്പോഴൊരു ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനാണ് അല്ലേ. കഴിവില്ലാതെ അങ്ങനെ ആത്മാർത്ഥത, എന്ത് ചെയ്യണമെന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൂടിയ ഒരു പാവത്താൻ. തള്ളിക്കളയാൻ പറ്റില്ലെന്നേ. കർത്താവിനത് വലിയ സന്തോഷമാണ്. കഴിവുള്ളവരെക്കാൾ സന്തോഷം ആത്മാർത്ഥതയുള്ളവനെ കിട്ടിക്കഴിഞ്ഞാൽ. ആ സഭ വളരും, ദേശം വളരും. ആത്മാർത്ഥ ഭയങ്കരമാണ്. ഹല്ലേലൂയ. ഇപ്പം ഇവിടെ ഒരു വസ്തു കിടക്കുന്ന കണ്ടു, നീക്കം ചെയ്യേണ്ട ഒരു മാലിന്യം കിടക്കുന്നുണ്ട്. ഇതാരാ ഇവിടെ ഇട്ടേന്ന് ചോദിക്കുന്നവൻ ആത്മാർത്ഥ ഇല്ല, അത് എടുത്ത് കളയുന്നതാണ് ആത്മാർത്ഥ. ഇതാരാ ഇട്ടേന്ന് അറിഞ്ഞിട്ട് നമ്മൾ കേസിന് പോകാൻ പോകണം. ഏതായാലും നമ്മൾ കോടതി പോകുന്നില്ല, ഇതെടുത്ത് ഡിസ്പോസ് ചെയ്യുക. അതാണ് ആത്മാർത്ഥത. പ്രശ്നമൊന്ന് പരിഹരിച്ചു പോവുക. ആമേൻ. അങ്ങനെ കർത്താവ് പഠിപ്പിച്ച ആ ഉപദേശങ്ങളിൽ അടിയുറച്ചു നിന്ന് പത്രോസൊക്കെ അല്പം കഴിഞ്ഞാൽ ചാർജായില്ലേ. ഒന്നാമത്തെ പ്രസംഗം തന്നെ എന്തൊരു തകർപ്പായിരുന്നല്ലേ. സ്തോത്രം. എവിടുന്നൊക്കെയാ കൊട്ടേഷൻ എടുക്കുന്ന അറിയണ്ടേ. ബേത്സയിദ കടൽക്കരയിലെ ഒരു മത്സ്യബന്ധന തൊഴിലാളി പ്രസംഗിച്ചു, ഒരു ഫിഷർമാൻ ഫ്രം ബദേസ്ത. എന്താ പ്രസംഗിച്ചു തുടങ്ങിയേ? ആദ്യത്തെ പ്രസംഗം ഉണ്ടല്ലോ, ചർച്ച ആരംഭിച്ച ആദ്യത്തെ പ്രസംഗം തന്നെ ഖണ്ഡന പ്രസംഗമാണ്. ഫസ്റ്റ് മെസ്സേജ് ഡെലിവേർഡ് ബൈ സെന്റ് പീറ്റർ.
ആൻസറിങ് ജൂയിഷ് പീപ്പിൾ. ജൂതന്മാർക്ക് മറുപടി കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു വെച്ചെന്നറിയണ്ടേ? നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് വീഞ്ഞു കുടിച്ചതല്ല. ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ഇത് യോവേൽ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിന്റെ നിവൃത്തിയാണ്. ഇതാരാ പറഞ്ഞെന്നറിയണ്ടേ? ശാസ്ത്രിമാരുണ്ട്, ഇത് എഴുതുന്ന കക്ഷികൾ. ഇവർ നിറഞ്ഞിരിക്കുന്ന ഒരു ഓഡിയൻസിനോട് പറയാണ്, ഇത് പ്രവചന നിവൃത്തിയാ. ഈ മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ വായിച്ചു? ഇവയെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കാനുള്ള കഴിവെങ്ങനെ കിട്ടി? ഇതാണ് ആത്മനിറവ് വന്നപ്പോൾ വചനത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നതിനെ പരിശോധിച്ച് വ്യാഖ്യാനിക്കുവാൻ പത്രോസിന് ദൈവം കൃപ കൊടുത്തു. അവിടെ നമ്മളങ്ങ് വളരുക. അങ്ങനെ വളർന്ന ഇവിടെ വരെ എത്തിയേ. ഹല്ലേലൂയ. അന്ന് തുടങ്ങിയ തുടക്കമാണ്. ഈ വഴിത്താരയിൽ ഒരു സംഭവം ഉണ്ടാകുകയാണ്. അതിൽ ഞാൻ സമകാലിക ഒരു വിഷയത്തിലേക്ക് നേരെ കയറുക. നമുക്ക് സമകാലിക സംഭവങ്ങളെ രണ്ടായി തിരിച്ച് പഠിക്കാം. സമകാലികം എന്ന് പറഞ്ഞ പോലെ എക്കാലത്തുള്ള വിഷയം, അത് ഞാൻ വീണ്ടും പൂരിപ്പിക്കുന്നു. പുതുമകളൊന്നും ഇവിടല്ല. എല്ലാം പഴയ കാര്യങ്ങൾക്ക് പുതിയ വേർഷൻ വന്നിരിക്കുന്നു. ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് നേരിട്ടതെന്തോ അതേ സംഭവങ്ങൾക്ക് പുതിയ വേർഷൻ, പുതിയ മാനം, സെയിം തിങ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് കാണുന്നത്. അപ്പോൾ രണ്ട് തലങ്ങൾ അതിനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഇൻറ്റേണലാണ്, മറ്റൊന്ന് എക്സ്റ്റേണലാണ്. ബാഹ്യവും ആന്തരികവുമാണ്. ഉള്ളിലുള്ളതും പുറത്തുള്ളതും രണ്ട് കാര്യങ്ങൾ. ഉള്ളിലെന്ന് വെച്ചാൽ സഭയ്ക്കകത്തു നിന്ന് ഉൽപ്പാദിതമാകുന്ന ചില പുതിയ പ്രവണതകൾ. ആ പ്രവണതകളിൽ ചിലത് യഹോവ എന്ന് പഴയ നിയമത്തിൽ വിവക്ഷിക്കുന്ന ദൈവം ക്രൂരനും ഭീകരനും കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത വ്യക്തിയാണ്. ചിലത് കൊണ്ട് യഹോവ വിരുദ്ധമായൊരു മാനസികാവസ്ഥ. ചിലർ ആ പഴയ നിയമത്തിൻ്റെ നിരാസം, റിജക്റ്റിംഗ് ഓൾ ടെസ്റ്റമെന്റ്, അതെല്ലാം ഇതൊരു കണക്റ്റഡാ. നിങ്ങൾക്കും ഇങ്ങനൊരു കേൾവി കേട്ടിട്ടുണ്ടാവും. ഇതോട് അനുബന്ധമായ മറ്റൊരു സംഭവം ഹോളി ട്രിനിറ്റി, ഡിനയിങ് ഹോളി ട്രിനിറ്റി, ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി നിഷേധിക്കുക. ഇത് കൂടാതെ കുറേയേറെ കാര്യങ്ങളുണ്ട്. ആഭ്യന്തരമായി ഇങ്ങനെ വരുന്ന ഈ സംഗതികൾ ഇവിടെ കൊണ്ട് തീരത്തില്ല. ഇത് ബാഹ്യലോകത്ത് നിൽക്കുന്നതിനെടുത്തിട്ട് നമുക്കെതിരെ പ്രയോജനപ്പെടുത്തുക. ആയുധം പോകുന്നല്ല ഇവിടുന്നാണ്. ട്രിനിറ്റിക്കെതിരെ നിങ്ങൾ പറയുന്ന എന്തോ അത് മറ്റവൻ കയ്യിലെടുത്തിട്ട് അത് വെച്ച് നമ്മളെ വീശും. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഡിബേറ്റിലൊക്കെ പോകുമ്പോൾ ട്രിനിറ്റിക്കെതിരെ പറയുന്ന ഇസ്ലാമിക സഹോദരന്മാർ ഉപയോഗിക്കുന്നത് നമ്മൾ ചില ട്രിനിറ്റിക്കെതിരെ പറഞ്ഞ വാക്കുകൾ എടുത്തുകൊണ്ട് വന്നാണ്. ആ ഗ്രന്ഥം, ആ റഫറൻസ് അടക്കം അവർ പറയും. അപ്പോൾ നമുക്ക് അകത്തും പുറത്തും ഒരുപോലെ പ്രതിരോധം തീർക്കണം. അത് കൂടുതൽ യുവാക്കളെ സ്വാധീനിക്കുന്നു ഈ പഠനങ്ങൾ. എക്സാമ്പിൾ, അമാലക്കൈസിനെ കൊല്ലാൻ പറയുന്നു. എത്ര ഭീകരമായിട്ട് പറഞ്ഞ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, കന്നുകാലികളെ എല്ലാം കൊന്നേക്കണം. അപ്പോൾ ഭീകരമായ കൊലകൾ, ഈ മറ്റ് യുദ്ധങ്ങൾ, കല്ലെറിഞ്ഞുള്ള കൊല, തെറ്റുകൾക്ക് ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദൈവം തന്നെയാണോ കരുണാമയൻ എന്ന് നമ്മൾ പറയുന്ന പുതിയ നിയമത്തിലെ ദൈവം? ഈ രണ്ട് ഐഡിയോളജിയുടെ ഒരു ഡൈക്കോട്ടമിക്കുള്ളിലേക്ക് സമൂഹം എത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ചലഞ്ചുകളിൽ ഏറ്റവും സുപ്രധാനം. ശരിയാണോ? അപ്പം നമുക്ക് അവിടെ മുതലൊന്ന് അതിന് ഉത്തരം പണ്ടേ ബൈബിളിലുണ്ട്. അതിനെഴുതിയാണ് സത്യത്തിൽ എബ്രായ ലേഖനം. അതിനാ വാക്യവും വായിച്ചേ, വചനം വായിച്ചു തുടങ്ങി. എബ്രായ ലേഖനം എന്ന് പറയുന്നത് കൊരിന്ത ലേഖനം, റോമാലേഖനം എന്ന് പറയുന്ന പോലൊരു ലേഖനമല്ല. കാരണം അതൊരു സ്ഥലത്തെ ജനങ്ങളെ എയിം ചെയ്ത് എഴുതുന്നതാണെങ്കിൽ ഇതൊരു ദേശീയതയെ എയിം ചെയ്ത് എഴുതുന്നത്, നാഷണാലിറ്റി എന്ന് വെച്ചാൽ യഹൂദന്മാർക്ക് എഴുതിയ ലേഖനം, ജൂവിഷ് എപ്പിസലാണ്. ഈ ജൂവിഷ് എപ്പിസൽ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ ഒരുപറ്റം യഹൂദ സമൂഹത്തിൽ ഒരുപറ്റ ആളുകൾ യേശുവിനെ സ്വീകരിച്ചു വന്നു. ഒറ്റവാക്ക് പറഞ്ഞ് ജൂവിഷ് ക്രിസ്ത്യൻസ്. എല്ലാവരിൽ നിന്നും വിഭിന്നമായി ഇവർക്ക് 2 തരം പീഡകൾ നേരിടേണ്ടി വന്നു.
ഒന്ന് റോമൻ ഭരണകൂടത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അറ്റാക്ക്, റോമൻ പെർസിക്യൂഷൻ. എംപററുടെ അനുവാദത്തോടു കൂടി അന്നത്തെ ഈ ഗവർണർ ജനറലിൻ്റെ പിന്തുണയോടുകൂടി റോമക്കാർ നടപ്പിലാക്കുന്ന ഭീകരമായ ആക്രമണം. രണ്ടാമത്തത് മുമ്പ് പറഞ്ഞ ജൂതന്മാർ തന്നെ ഈ ജൂത ക്രിസ്ത്യാനികളെ കൂടുതൽ പീഡിപ്പിച്ചു. ആ പീഡ അങ്ങോട്ട് ശക്തിപ്പെട്ടു. പക്ഷെ ഇവർ സഫർ ചെയ്തു കേട്ടോ, വല്ലാതെ സഫർ ചെയ്തു. മറ്റേതൊരു സഭയെക്കാളും ഇത്രയും സഫർ ചെയ്തവരില്ല. അപ്പോൾ കുറേ കാലം ഇത് പിന്തുടർന്നു, ഇങ്ങോട്ട് പിന്നിട്ടു. ഞാനിവിടെ കഴിഞ്ഞൊരു യോഗത്തിൽ പറഞ്ഞു, 6 കാരണങ്ങളാലാണ് റോമക്കാർ നമ്മളെ ഉപദ്രവിച്ചത്. 6 റീസൺസ് ബിഹൈൻഡ് ദ പെർസിക്യൂഷൻ ഓഫ് റോമൻ എംപയർ. എന്തൊക്കെയായിരുന്നു കാരണം? ഒന്നാമത്തെ കാരണം, അവർ പറയാം അവർക്കൊരു അക്യൂസേഷൻ നമുക്ക് വരെ തന്നത്, ക്രിസ്ത്യൻസ് ആർ മാനിറ്റേഴ്സ്, ദേ ആർ പ്രാക്ടീസിങ് കാനിബോളിസം പ്രാക്ടീസ് ചെയ്യുന്നു, നരഭോജികളാണ് നമ്മൾ. അതിന് കാരണം ഈ സാക്രമെന്റിൽ അല്ലെങ്കിൽ കൂദാശ എന്നൊക്കെ നമ്മൾ പറയുന്ന, കൂദാശ എന്നൊരു പദം നമുക്ക് വർജിക്കേണ്ട പദമല്ല, ഹോളി എന്ന് ഞാൻ അർത്ഥമുള്ളൂ. ഖദേശ്, അതിൽ നിന്നാണ് കൂദാശ. ഹോളി ആയിട്ടുള്ള, ഒറ്റവാക്കി പറഞ്ഞ നമ്മുടെ കർത്തൃമേശ പോലെയൊക്കെയുള്ള ആചാരങ്ങളിൽ പാസ്റ്റർ പറയുന്ന വാക്കുകളുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ രക്തം കുടിക്കാതെ എൻ്റെ മാംസം ഭക്ഷിക്കാതെയും ഇരിക്കുക എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ ഉപയോഗിച്ച് പ്രസംഗിക്കുമ്പോൾ പുറമേ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഇതൊരു കാരണമായി ദുർവ്യാഖ്യാനം ചെയ്തു. അപ്പോൾ ഇതങ്ങ് ചാപ്പ കുത്തി. നമ്മളെ കാണുന്ന സാധാരണ ഒരു മനുഷ്യരോട് പറയുകയാണ് ഇവർ മാനിറ്റേഴ്സാന്ന് പറഞ്ഞാൽ എന്ത് തോന്നും? അത് വല്ലാത്തൊരവസ്ഥയാണ്. ശരിയും തെറ്റും കേൾക്കുന്നില്ല, ഇതെങ്ങനെ പറഞ്ഞാണെന്നൊന്നും കേൾക്കുന്നില്ല. അപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടങ്ങ് എത്തിച്ചു. രണ്ടാമത്തെ കാര്യം, റോമക്കാർ നമ്മുടെ മീതെ അടിച്ചേൽപ്പിച്ച, റോമൻ ഭരണകൂടം അടിച്ചേൽപ്പിച്ച അടുത്ത കാര്യം, നമ്മൾ വിഗ്രഹവഞ്ചകരാണ്, ഐക്കണോക്ലാസ്റ്റുകളാണ്, വിഗ്രഹത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നു. അങ്ങനെ റോമൻ ദേവന്മാരെ, അവരുടെ പ്രധാന ദേവനുണ്ട്, അപ്പോളോ എന്നൊക്കെ പറയുന്ന ദേവൻ, സെയൂസ് എന്ന് പറയുന്ന ദേവൻ, ഈ ദേവന്മാർക്കെല്ലാം ദേവീദേവന്മാർക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് അവർ പറയാൻ തുടങ്ങി ക്രിസ്ത്യൻസ് ആർ എത്തിസ്റ്റ്, അവർ നിരീശ്വരവാദികളാണ്. രണ്ടാമത്തെ വാദം. മൂന്നാമത്തെ വാദം, നമ്മൾ ഈക്വാലിറ്റിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, എല്ലാവരും തുല്യരാണ്. ദാസന്മാരെ യജമാനന്മാരെ എന്ന് വിളിച്ചിട്ട് പറയാം, സ്വർഗത്തിൽ നിങ്ങൾക്ക് യജമാനനുണ്ട്, അത് ഓർത്തുകൊണ്ട് നിങ്ങൾ ദാസന്മാരെ പരിഗണിക്കണം, ഇനിമേൽ അവൻ നിങ്ങൾക്ക് ദാസനല്ല. ദാസന്മാരോട് പറഞ്ഞ് ഇത് കേട്ട് നിങ്ങൾ ജോലി ചെയ്യാതിരിക്കരുത്, അധ്വാനിക്കുകയും വേണം. ഇങ്ങനെ ഒരു സന്ദേശം റോമിൽ അടിമത്തത്തിനെതിരെ ഉള്ള ഒരു നിലപാടായിട്ട് മാറി. ഈക്വാലിറ്റി പ്രസംഗിക്കുന്നു, അത് പ്രശ്നമാണ്. ഹൈറാർക്കിയലായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് റോം പോന്നേ. ആ വ്യവസ്ഥിതി അത് തകർക്കും, അത് പാടില്ല. ഇനിയൊരു കാരണമുണ്ട്, അത് ക്രൈസ്തവര് ഓടി നടന്ന് ഈ മതം പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത്, പുതിയ പുതിയ ക്രൈസ്തവരുണ്ടാകുമ്പോൾ വീടുകൾക്കുള്ളിൽ ചിലർ പഴയ പാഗനിസം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ഇവരും തമ്മിൽ പൊരുത്തമില്ലാതെ വന്നിട്ട് കുടുംബങ്ങൾ ശിഥിലമാകുന്നു. അത് സോഷ്യലായിട്ടുള്ള ഒരു ഈക്വലിബ്രിയം തകർക്കുന്നു, സന്തുലിതാവസ്ഥ തകർക്കുന്നു, സോഷ്യൽ ഫേബ്രിക്സിന് പരിക്ക് പറ്റുന്നു. ഇത് നിമിത്തം അവർ പ്രശ്നക്കാരാണ്. ഏറ്റവും കുറഞ്ഞ 6 പിന്നെയും കിടക്കുക ധാരാളം. ഇതെല്ലാം കൊണ്ട് ക്രിസ്ത്യൻസിനെ വർജിക്കുക, എതിർക്കുക, ഇങ്ങനെ തന്നെ വന്നു. അവരിതിന് ചെയ്ത പണികൾ ഭീകരമാണ്. ആ കുടക്ക ഇവർ ചെയ്ത് എന്താണെന്നറിയണ്ടേ, നമ്മളെ കഴിവതും പിടിച്ച് ഇവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക, അവരുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം യഹൂദ ചിന്തഗതികളുടെ മുഴുവൻ അടിത്തറ ഇളക്കിക്കൊണ്ട് വളരുന്ന ഈ മാർഗത്തെ തകർക്കാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. വല്ലാത്ത പ്രതിസന്ധി. ഈ കൂടെ ഇവർ രണ്ടും സഹിച്ച് എബ്രായ സഭ മുമ്പോട്ട് പോവുക. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ സഹിക്കാൻ കഴിഞ്ഞത്
ഒരു തെറ്റായ ചിന്തയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. കാരണം അവർ വിശ്വസിച്ചു ഈ തലമുറയിൽ തന്നെ യേശു വരും. അന്ന് തന്നെ ഇൻസ്റ്റന്റ് കമ്മിങ്, പെട്ടെന്ന് സംഭവിക്കും. പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ വിദ്യാഭ്യാസം? പെട്ടെന്ന് കർത്താവിൻ്റെ വരവ് വരുവാണെങ്കിൽ പിന്നെന്തിനാ ഭൂമി? പിന്നെ 10 അടി ഉണ്ടാകുന്ന കുഴപ്പം? പാപ്പ ആക്രമിക്കപ്പെട്ട് മരിച്ചെങ്കിൽ എന്താ കുഴപ്പം? നമ്മൾ കാണുമല്ലോ. പെട്ടെന്ന് എന്ന പദത്തെ അങ്ങനെ ധരിച്ചിട്ട് ആ ഘട്ടത്തിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ കാലം മുമ്പോട്ട് പോയിട്ടു അവർ പറഞ്ഞ സമയത്ത് വരുന്നില്ല. അപ്പം ഇവർക്കൊരു മാന്യം സംഭവിച്ചു, ഒരു ക്ഷീണം. ഈ ക്ഷീണം ഇവരെ തിരിച്ചു പോകാൻ ഒരു പ്രേരണ കൊടുത്തു. അത് കൂടെ കൃത്യം ഞാൻ പറയാം. There was a tendency among them to go back to Judaism. ആ റിലീജിയനിലേക്ക് മടങ്ങിപ്പോകാൻ വന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? വളരെ കൃത്യതയോടെ ഇവർ വന്ന് പറയാൻ തുടങ്ങി, സീനായി മലയുടെ മുകളിൽ നിന്ന് നമ്മൾ പ്രാപിച്ച കൽപ്പന കിട്ടുന്നതിൻ്റെ അന്ന് 3000 പേർ വധിക്കപ്പെട്ടു, തെറ്റിയവര്. പിന്നീട് ഒരു മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ പർവ്വതത്തെ തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി വഴി നടത്തിയ ദൈവത്തെയും സമാഗമന കൂടാരത്തെയും യെരൂശലേം ദേവാലയത്തെയും പൗരോഹിത്യത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾ മരത്തിൻ്റെ തണലിൽ, പെരുവഴി ഓരത്ത്, ചന്തസ്ഥലങ്ങളിൽ, ശവക്കോട്ടകളിലൊക്കെ പോയി ഇരുന്ന് ആരാധിക്കുക. എന്ത് കിട്ടി? സമ്പത്ത് പോയി കിട്ടി, മാന്യത പോയി കിട്ടി, സ്വീകാര്യത പോയി കിട്ടി. ഇപ്പോൾ ഒന്നുമില്ല. ഒറ്റ വഴി, തിരിച്ചു വരണം. ഇത്രയും പവർഫുള്ളായിട്ട് പറഞ്ഞാൽ പോരെ അവരെ? തിരിയാൻ തുടങ്ങുമ്പോൾ അപ്പോസ്തലൻ ഇതറിഞ്ഞു. എന്നിട്ട് ഇവരെ വാൺ ചെയ്തുകൊണ്ട് എഴുതുന്ന പുസ്തകമാണ് എബ്രായലേഖനം. അവിടെ പറയാം, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അത് അവിടുത്തെ തീരുമാനമാണ്. നിങ്ങളത് വ്യാഖ്യാനിച്ച് സമയം എടുക്കണ്ട. അതുവരെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്താൽ. വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ കാത്തിരിപ്പ് പോലെയാണ് ഭക്തൻ യേശുവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നത്, വിശ്വാസത്താൽ. അവളുടെ ഹൃദയത്തിൽ കാന്തനുണ്ട്. ഒരു നിമിഷം പോലും കാന്തനില്ലാത്ത ഒരു സമയം അവളുടെ ഉള്ളിലില്ല. ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകണം, അവിടുന്ന് വരും വരെ. ഇത് പഠിപ്പിക്കുകയാണ് എബ്രായലേഖന കർത്താവ്. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ സമ്പത്തിൻ്റെ അപഹാരം സഹിച്ചു കളഞ്ഞു. കാരണം ഇവരുടെ വീടുകളൊക്കെ കൊള്ളയടിച്ചു, മറ്റേ 2 ആളുകളും കയറി. കാരണം ഇവർ തിരിച്ചടിക്കുന്നില്ല. ഇവരൊക്കെ പീഡിപ്പിച്ച രീതികൾ വളരെ ഭയാനക. വിശക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. നിങ്ങൾ വായിച്ചുകൊണ്ട്, ജടയാടുകളുടെയും കോലാടുകളെയും തോൽ ധരിപ്പിച്ചു. എന്തെന്ന് അറിയണ്ടേ? പ്രാർത്ഥന മനുഷ്യന്മാരെ കൊണ്ടുവന്ന് നിർത്തി നഗ്നരാക്കി മൃഗങ്ങളുടെ തോലുരിഞ്ഞെടുത്ത് അതിൻ്റെ മാംസം ഭക്ഷിക്കാനായി കൊടുത്തു വിട്ടിട്ട് ഈ ചോര വറ്റാത്ത തോലുകൊണ്ട് ഈ മനുഷ്യനെ പൊതിയും. എന്നിട്ട് ഇതെടുത്ത് ചുട്ടുപഴുത്ത മരുഭൂമിയിലേക്ക് വെക്കും. പതുക്കെ പതുക്കെ ഇത് ഒട്ടി 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 ഇത് ഞെരുങ്ങി അതിനകത്തിരുന്ന് മനുഷ്യൻ മരിക്കും. ഇതാണ് ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിപ്പിക്കുക. ഭീകര ശിക്ഷയാണ്. ശ്വാസം മുട്ടി മരിക്കും. ചില ശിക്ഷകളൊക്കെ കേട്ടാൽ ഭീകരമാണ്. ചുണ്ണാമ്പ് ചൂളകളിൽ മുക്കിക്കൊന്നു മനുഷ്യരെ. കുതിരയുടെ വെഞ്ഞിലേക്ക് മനുഷ്യനെ കെട്ടിയിട്ട് തല നിലത്ത് കിടക്കും, ശരീരം കുതിരയുടെ ശരീരത്തേക്ക് കെട്ടും. എന്നിട്ട് ഒരുവൻ പായി ചോടിച്ചു ആ ഫുട്ബോൾ തെറിക്കുന്ന പോലെ തല തെറിക്കും. എത്ര മനുഷ്യരാണ് മരിച്ചതെന്നറിയോ? ഞാനൊരിക്കൽ ഈജിപ്തിലൊരു മ്യൂസിയം കണ്ടു. ഈജിപ്തിൽ പോയി എന്ന് പറയാനൊന്നുമല്ല. ആ റൂട്ടിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വരണം. ഒരു അണ്ടർഗ്രൗണ്ടിലൊരു ബിൽഡിങ്ങാണ്. പലയ്ക്ക് കിടക്കാൻ ഒരു $50 കൊടുക്കണം. അപ്പോൾ പലരും അത് കയറിയില്ല. $50 കളയണ്ടല്ലോ എന്നോർത്ത്. ഇത്രയും പണം മുടക്കുമ്പോൾ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിൽ കയറി. ഭൂമിക്കടി വലിയൊരു കുഴിയാണ്. താഴേക്ക് ഒരു 3-4 നില വലിയ ബിൽഡിങ്ങാണ് താഴേക്ക്. അതിൻ്റെ മുകൾ പരപ്പ് നമ്മൾ കണ്ട ഒരു മുട്ട പോലെ ഇങ്ങനെ ഓവൽ ഷേപ്പിൽ. അങ്ങോട്ട് അത്ഭുതപ്പെട്ടു പോയി. കിടങ്ങുകൾ, കുളങ്ങൾ, മുതലക്കുളങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. ക്രൈസ്തവരെ പീഡിപ്പിച്ചിരുന്ന സ്ഥലമാണ്. കലിഗുള എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. കലിഗുള അത് പീഡിപ്പിക്കുന്ന പുരുഷന്മാരെയാ. അയാൾ മനുഷ്യനെ ഇരുമ്പ് ദണ്ടിലേക്ക് വലിച്ച് കൈകൾ കെട്ടും. ഇന്നും
ആ തലയോടുകൾ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഗ്ലാസ്സുകളിൽ. ഒന്നും രണ്ടോ അല്ല, ആയിരക്കണക്കിന് പുരുഷന്മാരുടെ തലയോടുകൾ. അവിടെ അരികിൽ നിന്ന് കന്യാസ്ത്രീകൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. ആ പുരുഷന്മാരെ എല്ലാം മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ തലയോടുകളുടെയും ഈ ഉച്ചിക്കൊരു സുഷിരം, ചിലതിൽ ആ സുഷിരം മാത്രമല്ല, ഒരു വലിയ ദണ്ട്, അതല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരായുധം. കാരണം ഇത് തലയിലേക്ക് വെച്ച് അടിച്ചിറക്കി കൊല്ലുകയാണ്. ഒരുത്തനെ ഇത് ചെയ്യുമ്പോൾ ബാക്കി ക്രൈസ്തവർ കണ്ടുകൊണ്ടിരിക്കണം. കണ്ണടച്ച ചാട്ടക്കടി. എത്ര പേര് തലകറങ്ങി മയങ്ങിയൊക്കെ വീണ്. ഇതെല്ലാം സഹിച്ച് നമ്മൾ ഇവിടെ വരെ വന്നെങ്കിൽ, ഛത്തീസ്ഗഡിൽ ഒരു ബുൾഡോസർ ഉരുട്ടിയെന്ന് ഓർത്താൽ അത് ഭീകരത തന്നെയാണെങ്കിലും അത് കണ്ടിട്ട് ആത്മാവിൽ ജ്വലിച്ചിട്ട് ഭക്തൻ പറയണം, ഞങ്ങൾക്കിതൊന്നും പുതുമയല്ല, ഞങ്ങൾക്കിത് പുതിയ അനുഭവമല്ല. ഹല്ലേലൂയ. ഇതൊക്കെ കണ്ട് നമ്മൾ കരുത്തരായി മാറണം. ഈ പീഡയിൽ നിന്ന് ശക്തിപ്പെടണം. സ്തോത്രം. അപ്പോൾ വേറെയും പീഡകളുണ്ട്. റോമിലെ കൊലക്കളമൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അതിങ്ങനെ പരിശോധിക്കാം. റോമിൽ മനുഷ്യൻ അനുഭവിച്ച പീഡകൾ അതിക്രൂരമായിരുന്നു. ഒരു കാര്യം കൂടെ, നമ്മൾ ലാസ്റ്റ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ അടുത്ത പഞ്ചായത്തിൽ ചെല്ലും, അല്ലേ? ആരെയും കുഴപ്പമില്ല, ധൃതി പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്, ഓടിപ്പോവും. പക്ഷെ അന്ന് ഒരു കാര്യം കേൾക്കണം. ഒരു പ്രസംഗം തുടങ്ങിയാൽ, ഒരു പ്രസംഗം തീർന്നാൽ രണ്ടുപേര് കണ്ട് അഭിവാദ്യം ചെയ്താൽ, ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ റോമാ കൈസറുടെ നാമത്തിൽ ഞാൻ നിന്നെ അഭിവാദ്യം ചെയ്യുന്നു. കൈസറെ ഏറ്റു പറയണം, കർത്താവിൻ്റെ രക്ഷിതാവും. ഇത് പറയാത്തവരന്നും നമ്മളാ. ഈ ഒറ്റ വാക്ക് മതി, പറഞ്ഞ പ്രാണനങ്ങ് പോയി കിട്ടും. കൈസറെ നിഷേധിക്കുകയല്ലേ, മനസ്സിലായോ? അങ്ങനെ പ്രാണൻ പണയം വെച്ച ഈ ആശീർവാദമല്ല ഈ പുസ്തകത്തിനകത്ത് കയറി കൂടിയത്. അത് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴേ അതൊരു അനീതിയാണ്. അങ്ങനെ അങ്ങ് പ്രശ്നമൊന്നും ഇല്ലെന്നേ, ആശീർവാദം കഴിഞ്ഞേ പോവുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ പവർ എന്താ? അതാ പറയുന്ന ചുമ്മാ ഒരു കാര്യമൊന്നും അല്ലല്ലോ. നമ്മുടെ കർത്താവ് അന്നേരം നമ്മൾ ഈ തൃത്വം ശരിക്കും ഉപയോഗിക്കുന്ന സമയമാണ്. തൃത്വത്തിൻ്റെ ആ ശക്തി വെളിപ്പെടുന്ന സമയമാണ്. ഓരോ ആശീർവാദത്തിലും അന്തർലീയമായിരിക്കുന്ന പവർ എത്ര വലുതാ! പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമെന്നും പുത്രൻ്റെ കൃപയെന്നും പരിശുദ്ധാത്മാവിൻ്റെ ഫെലോഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ഇതൊരു ഇമ്മ്യൂണിറ്റി തരിക, നമ്മുടെ ശരീരത്തിന് ഒരു ബലം പകരുക. ഹല്ലേലൂയ. ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടെന്ന് പറയുമ്പോൾ ഭൂമിയുടെ മറുകരയിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിലേക്കും വ്യാപിക്കുക ഇതിൻ്റെ തരംഗങ്ങൾ. അതിലൊക്കെ നമ്മൾ ഈ പിടിച്ചു നിൽക്കുന്നത്. വലിയ അനർത്ഥങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ആരോ സാധുക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എവിടെയോ ഒരു ആശീർവാദം അത് നമ്മളെ തിരക്കി വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് UP-യിലായിരുന്നു. അവിടെ ചില പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരെ നേരിട്ട് കണ്ട്. ഹിന്ദിക്കാരാ. എന്തൊരു ധൈര്യമാണ് സഹോദരങ്ങൾക്ക്, എന്തൊരാനന്ദമാണ് അവരോട് സംസാരിക്കുമ്പോൾ. ജയിലിൽ കിടന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ജയിലിൽ യേശു നിമിത്തം കിടക്കുന്ന ഭക്തൻ്റെ ആ മുഖത്തെ ചൈതന്യവും വെളിച്ചവുമൊക്കെ കണ്ടു. അവർ ബൈബിളൊന്നും താത്തു വച്ചില്ല. ഈ എബ്രായ സഭയോടും പറയുക, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ നിന്നിൽ എനിക്ക് പ്രസാദമില്ല. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഇത്തരം ചലഞ്ചുകളിലൂടെ സഭ പക്വതയാർജിക്കണം എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുക. അത് യഹോവയെക്കുറിച്ചൊക്കെ നമ്മുടെ പഠനത്തിൻ്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ എന്താണെന്നോ, നമുക്കും ഈ സംശയം തോന്നിയിട്ടുണ്ട്. എങ്ങനെ കാണണം പുതിയ നിയമത്തെ? എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ആദ്യം തന്നെ പറയാം, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നോ എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ? ഒരിക്കലും ആയിരുന്നില്ല. കാരണം നമുക്ക് ന്യായപ്രമാണം തന്നില്ല. നമ്മളെ ശിക്ഷിക്കാനും ഒക്കൂല, രക്ഷിക്കാനും ഒക്കൂല ന്യായപ്രമാണത്തിന്. കാരണം അത് ജൂതന് കൊടുത്താ. അപ്പം ജൂറിസ്ഡിക്ഷൻ ഇല്ല നമ്മുടെ മീതെ ന്യായപ്രമാണത്തിന്. മനസ്സിലാകുന്നില്ല? പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ, എനിക്ക് ന്യായപ്രമാണം കിട്ടിയില്ല, എനിക്ക് നിയമം അറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇത് കൊടുത്തത്
മോശ മുഖാന്തരം, കൃത്യം പറയാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരം കിട്ടി. മോശ മുഖാന്തരം കിട്ടിയ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത അപ്പോസ്തലൻ പറഞ്ഞു, അത് നിങ്ങൾക്കൊരു സമൂഹം എന്ന നിലയിൽ നിങ്ങളെ രൂപപ്പെടുത്താൻ കിട്ടിയ നിയമമാണ്. ആ നിയമം ദൈവികമാണ്, സംശയമൊന്നുമില്ല. ഇവിടെ തെറ്റിദ്ധരിക്കല്ലേ. ആക്ച്വലി ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വെട്ടാണോ കൊലയാണോ ഇതൊന്നും അല്ലാത്ത നിഷ്കളങ്കമായ നിയമങ്ങളാണ്. എന്ന് വെച്ചാൽ 613 നിയമങ്ങളുടെ പേരാ, 613 റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പേരാണ് ആക്ച്വലി ന്യായപ്രമാണം. മനസ്സിലായോ? 613 നിയമങ്ങളിൽ 365 നിയമങ്ങൾ പറയുന്നു ഡോൺസ്, അരുത് 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 അരുത്. 248 പറയുന്നു ഡൂസ്, യു ഹാവ് ടു ഡു. അപ്പം ഡോൺസ് എത്രയുണ്ട്? 365. കുല ചെയ്യരുത്, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത് ഇത്യാദി 365. നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. ഇങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതിയ 10 കൽപ്പനകളടക്കമുള്ള 248. ഇതിൽ നിങ്ങൾ അരുത് എന്ന് പറയുന്ന ഒരു കാര്യം വയലറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന നാച്ചുറൽ കോൺസിക്വൻസ്, അതിൻ്റെ പേരാണ് ശിക്ഷ. അത് ചെയ്തില്ലേ പിന്നെ ന്യായപ്രമാണത്തിന് എന്താ കുഴപ്പം? മനസ്സിലായില്ല. സിഗ്നൽ വയലേറ്റ് ചെയ്താൽ ഫൈൻ ഉറപ്പാണ്. വയലേറ്റ് ചെയ്തില്ല എന്താ കുഴപ്പം? അപ്പം ന്യായപ്രമാണം അതിൽ തന്നെ ഒരു പ്രശ്നമല്ല, പക്ഷേ പ്രശ്നമാണ്. ആർക്ക് പ്രശ്നമാണെന്ന് അറിയണ്ടേ? പാപിയായ മനുഷ്യന് പ്രശ്നമാണ്. നീതിമാൻ അത് സംരക്ഷണമാണ്. ഇന്ത്യയിലൊക്കെ ഒരു നിയമമുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ വഴിയിൽ നിൽക്കുക, ബേജ് ഷെഡിലൊക്കെ നിൽക്കുകയാണ്. ഒരു 3-4 പേര് അവരെ ആക്രമിക്കാൻ വേണ്ടി വന്നു. നമ്മളിപ്പുറത്ത് നിൽക്കുക, ഞാനായി എൻ്റെ പാടായി എനിക്കെന്നാന്ന് പറഞ്ഞ് പോകാനൊക്കത്തില്ല. ഒരു വാക്കുകൊണ്ടെങ്കിലും തടയാൻ ശ്രമിച്ചില്ലേ നമ്മുടെ പേര് ക്രിമിനൽ കേസ് വരും. അരുതെന്ന് പറഞ്ഞാൽ മതി, മൊഴിയും കൊടുക്കണം. സാർ ഞാനിങ്ങനെ പറഞ്ഞു, അവൻ കേട്ടില്ല, എനിക്ക് അവൻ്റെ കയ്യെ പിടിച്ചിരിക്കാൻ ഇതില്ല, ഞാൻ തടയാൻ ശ്രമിച്ചു. അനങ്ങാതെ പോയാൽ കുറ്റകൃത്യം കണ്ടുകൊണ്ട് നിന്നു. കാരണം കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഒരു കുറ്റമാണ്. എന്താ കാര്യം? ഒരു ചെന്നായോ ആടും കൂടെ ഏറ്റുമുട്ടുന്ന ഇടത്ത് ഞാൻ ആരുടെയും പശമൊന്നുമല്ല, ഞാൻ നിഷ്പക്ഷനാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പരോക്ഷമായിട്ട് ഞാൻ ചെന്നായുടെ വശമാണെന്നാ. കാരണം ആട് ഉപദ്രവിക്കപ്പെടും. അപ്പം നമ്മുടെ കുറ്റമല്ലാത്ത ചില കുറ്റങ്ങൾ വരും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ദാ വരുന്നു പോലീസ് വണ്ടി. പോലീസിൻ്റെ വണ്ടി കാണുമ്പോൾ ഈ സ്ത്രീക്ക് കിട്ടുന്നൊരു പരിരക്ഷയുണ്ട്. അപ്പം നിയമം അവർക്ക് സംരക്ഷകനാണ്. പക്ഷേ ഈ വണ്ടി കാണുമ്പോൾ കുറ്റവാളിക്ക് ഭവിക്കുന്ന ഒരു ഭീതിയുണ്ട്, അതവന് നിയമം എതിരാണ്. അത് എഴുതി വെച്ച നിയമം അത് പാലിച്ചേ പറ്റൂ. അതൊരു സോഷ്യൽ സംവിധാനത്തിൻ്റെ ക്രമം അങ്ങനെയാണെന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ന്യായപ്രമാണം മോശമുഖാന്തരം വന്നു, കൃപയും സത്യവും. സത്യം പറഞ്ഞാൽ ഈ കൃപയും സത്യവും കൂടെ ഒരുമിച്ച് പോകുന്ന 2 പദങ്ങളല്ല. അവയ്ക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല, യോജിക്കില്ല. കൃപയും സത്യവും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റില്ല, എക്സ്പെൻസീവാണ്. എന്തെന്ന് ഞാൻ പറയാം. ഇവിടെ ഒരു പോലീസ് ഓഫീസർ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. ഈ ചർച്ചിലെ മെമ്പറാ. ഞാൻ ഓവർ സ്പീഡോ മറ്റേതെങ്കിലും കാരണവശാൽ വഴിയിലൂടെ പോകുമ്പോൾ ഇദ്ദേഹം പിടിക്കാൻ ബാധ്യസ്ഥനായി. ആ പരിചയമുള്ള എന്നെ കണ്ടു, അദ്ദേഹത്തിന് എനിക്കും പരിചയമുണ്ട്. അയ്യോ പാസ്സായിരുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കൃപ. ഞാൻ അർഹനുമാ, എനിക്ക് തന്നേ പറ്റൂ. പക്ഷെ പുള്ളിക്ക് തരാൻ പറ്റില്ല. കാരണം എന്നെ വെറുതെ വിട്ടാൽ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിനോട് ചെയ്യുന്നൊരു കുറ്റമാണ്, ഗവൺമെൻറ്റിനോട്. അതിനായി ശമ്പളം വാങ്ങുന്നേ, എന്നെപ്പോളരെ പിടിക്കാനായി ഇദ്ദേഹത്തെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യന് കൃപയെ സത്യം കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റുമോ? കൃപയെന്ന് പറഞ്ഞാൽ വെറുതെ വിടുക, നീതി എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക. ഇതെങ്ങനെ പറ്റുന്നേ?
ഒരാൾക്ക് ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. പറ്റുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പം പറയാണ്, അയ്യോ എന്താ സ്പീഡിൽ പോന്നേ, കാര്യമൊക്കെ കേട്ടു. അപ്പം ഞാൻ എൻ്റെ മര്യാദയ്ക്ക് ഓർത്തു, ഈ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണ്ട, സാറേ ഫൈൻ തരാം. ഫൈൻ എടുത്തു. നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് അപ്പുറത്ത് പോലീസ് ഇതെല്ലാം എഴുതി, ഇത് റെസിറ്റും കൊണ്ടു തന്നു. ഞാൻ റെസിറ്റ് മേടിച്ചു. പൈസ എടുത്ത് കൊടുത്തപ്പോഴേക്ക് അദ്ദേഹം പറയാം, ക്യാഷ് വേണ്ട, റെസിറ്റ് വെച്ചോ. അതെന്താ കാര്യം? അത് പൊക്കോ സാരമില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്ന്, സ്വന്തം പോക്കറ്റിൽ നിന്ന് എൻ്റെ പണം അങ്ങ് അടച്ചു. അപ്പോൾ ആളിൻ്റെ കയ്യിൽ കൃപയുണ്ട്, സത്യമുണ്ട്. ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് അങ്ങ് ക്ലിയറായി, എനിക്ക് തരേണ്ട കൃപ തരികയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇത് തന്നെ ചിന്തിക്കുക, ആ പാവം മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്നെടുത്ത് എനിക്ക് പേ ചെയ്തിട്ട് ഒരു വാക്ക് പോലും മോശമായിട്ട് എന്നെ പറ്റി പറയാതെ കഷ്ടമായിപ്പോയല്ലോ. 2 ആഴ്ച കഴിഞ്ഞ് പോകൊണ്ട് വീണ്ടും ഞാൻ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ പോകുന്നു, ഇതേ മനുഷ്യൻ പിടിച്ചു. കൃപ കിട്ടുമോ? കർശനമാകും. പക്ഷേ ഈ മനുഷ്യനതൊന്നും പറയാതാ, എന്നെ പറ്റി ധൃതിയായിപ്പോയോ, മീറ്റിങ്ങിന് പോയല്ലേ. വീണ്ടും പുള്ളിക്കാരൻ ഇതെല്ലാം തന്നിട്ട് ക്യാഷ് വീണ്ടും എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ സാറേ വേണ്ട, ബ്രദർ കൊടുക്കണ്ട. അതൊന്നും വേണ്ട. കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തപ്പോൾ ഞാനോർത്തു, ആ പാവം മനുഷ്യൻ, അന്ന് മുതൽ എനിക്ക് തോന്നി ഇനി നന്നാകണമെന്ന്. ഈ മനുഷ്യൻ എന്നെ തോൽപ്പിച്ച് എങ്ങനെയാണെന്നറിയോ? നിയമം കൊണ്ടല്ല, കൃപ കൊണ്ട്. ഇതാ കാൽവറി നടന്നെന്ന്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. ഒരു കുറ്റവും ചെയ്യാത്ത നിഷ്കളങ്കനായ ദൈവകുഞ്ഞാട് അലറിക്കരഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് വേണ്ടിയാ. എനിക്ക് കൺവെഷൻ ഉണ്ടാക്കിയ ഇടമാണ് കാൽവറി. എൻ്റെ ഉള്ളലിയിച്ച സ്ഥലമാണ് കാൽവറി. എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ കരഞ്ഞ ഇടമാണ് കാൽവറി. അങ്ങനെ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നപ്പോൾ ന്യായപ്രമാണം ചോദിച്ചതെന്തോ എന്നാ പിടിച്ചോളാൻ പറഞ്ഞു ഫൈൻ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ന്യായപ്രമാണത്തിന് എതിരല്ല ക്രിസ്തു. നീ പിടിച്ചോ, അതുകൊണ്ട് ഇനി അവനെ തൊടണ്ട, ഇനി നിൻ്റെ കീഴിലല്ല. പോലീസ് പിന്നെ ചോദിച്ചു വരുമ്പോഴേക്കും പറയാം, സാറേ ഇത് റെസിറ്റ് കണ്ടോ, അന്തസ്സായിട്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെ ആ പിശാച് ഇന്ന് വരുമ്പോഴൊക്കെ നമ്മൾ പറയാം, കണ്ടോ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുത്തിവിടെ നിൽക്കുക. എനിക്ക് വേണ്ടി പേ ചെയ്ത് കഴിഞ്ഞു, ഞാൻ ജയമെടുത്തു കഴിഞ്ഞു. അതാ രക്തത്തിൻ്റെ ശക്തി, ജയമെടുത്തെന്ന്. അല്ല നമ്മൾ പഴയ നിയമം തള്ളിക്കളയല്ലെന്ന്, നമുക്ക് വേണ്ടി പേ ചെയ്തു. എന്നാൽ ഇതിനപ്പുറത്ത് വേറൊരു ബന്ധവും കൂടെ ഉണ്ട്, ഇതിനേക്കാൾ വലിയൊരു ബന്ധം. അതെന്തെന്ന് പറയാം. നമ്മൾ യേശുവിൻ്റെ ആരാന്നറിയണ്ടേ? ശരിക്കും നമ്മൾ അവിടുത്തെ കാന്തയാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത വാഗ്ദത്തത്തിന് അന്യരായ നമ്മളെ അവൻ യോഗ്യത നോക്കാതെ തൻ്റെ കാന്തയാക്കി. ശരിയാണോ? അങ്ങനല്ലേ? യോഗ്യത ഒന്നുമില്ല. യോഗ്യത ഇല്ലെന്ന് മാത്രമല്ല, ഇതുവരെ യോഗ്യത ഒന്നും ആയിട്ടുമില്ല. ഉണ്ടോ? ഞാനെന്നാ ഒരു ഇരിക്കുക. പുതുതായി അടുത്ത കാലത്ത് കല്യാണം കഴിച്ച ആൺകുട്ടികളുണ്ടോ, സഹോദരന്മാരുണ്ടോ? ഒരു 2 കൊല്ലത്തിനുള്ളിൽ കല്യാണം കഴിച്ചവർ 2 അല്ലേ 3? ആരുമില്ല. ചോദിച്ചാൽ കൈവെക്കാൻ തുടങ്ങാണോ? ആലോചിക്കുക. അച്ഛൻ കൈവെക്കാൻ തുടങ്ങാണോ? ശരി പോട്ടെ. ഇല്ലെങ്കിൽ കേട്ടോ, കല്യാണം കഴിക്കാനുള്ളവരുണ്ടല്ലോ അല്ലേ? പറയാം. നമ്മളെല്ലാം വിവാഹം കഴിച്ച് വരുമ്പോൾ ഒരു കാര്യം പാസേ, ഒറ്റയ്ക്കല്ലേ വന്നേക്കുന്നേ, അപ്പോൾ ധൈര്യമായിട്ട് പറയാം. ലൈവിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ സമയത്ത് വൈഫ് നമുക്കൊരു ചായ തരും. ട്രെയിനിലെ ചായ ഇതിലും ബെറ്ററാ.
ഭക്ഷണമൊക്കെ തരും. ഇതെങ്ങനെ കുടിക്കുന്നത്? കുടിക്കാൻ ഇരിക്കാൻ നോക്കുമോ? ആകെ പ്രശ്നം. അങ്ങനെ വന്ന് ഈ പെൺകുട്ടി തരുന്ന മുഴുവൻ ഭക്ഷണവും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ട് വെക്കുമ്പോഴേക്ക് നമ്മൾ പണ്ട് അന്തസ്സായിട്ട് വീട്ടിൽ കഴിച്ചുകൊണ്ടിരുന്ന ആളാ. ഇത് കാണുമ്പോഴേ നമ്മൾ പറയും വേണ്ട കേട്ടോ, വേണ്ട വേണ്ട വേണ്ട. ഇവള് ഒരു പുള്ളിയൊന്നും കഴിക്കുകയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഡിന്നറിനൊക്കെ വിളിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ ഇരുന്ന് പിടിക്കുക പുള്ളി. മാസ്യോത്തിനൊക്കെ ചെറുക്കൻ ഇതുവരെ പോകാത്തവൻ പറയാം നമുക്ക് മാസ്യോത്തിന് പോകണോ നിന്ന്, നീ ഒരുങ്ങാൻ. കാരണം ഇവന് കുറ്റം പറയാം ഇതെല്ലാം സഹിച്ചിട്ട്. അവളിതെല്ലാം കണ്ടു മനസ്സിലാക്കി. എന്തുകൊണ്ടാണെന്നറിയാം പെൺകുട്ടി തന്ന ഭക്ഷണം നോക്കാഞ്ഞെന്ന്? ലോകത്തിലേറ്റവും നല്ല ഫുഡ് നമ്മൾ കഴിച്ചത് അമ്മ തന്നതുകൊണ്ടാണ്. അമ്മയാണ് നമ്മുടെ രുചി സ്വാദെന്തെന്ന് തീരുമാനിച്ച കാരണം ആ ഫുഡ് ആദ്യം ടേസ്റ്റ് ചെയ്ത അമ്മ നമുക്ക് തരാൻ കൊള്ളാവുന്നു. അമ്മയുടെ ടേസ്റ്റാണ് നമ്മുടെ നാവിൽ കിടക്കുന്നത്. ഈ പെൺകുട്ടി അത്ര ആവില്ല. ശരിയല്ലേ? സൗര്യമാർക്കൊന്നും മൂളാൻ പോലുള്ളൊരു മനസ്സില്ല. കുറേ കഴിഞ്ഞ് നമ്മളിതെല്ലാം കഴിച്ച് നല്ല രീതിയിൽ ഇതെല്ലാം പോകുന്ന സ്ഥലത്തൊക്കെ കിട്ടുമ്പോൾ കഴിക്കുന്ന കണ്ടപ്പോൾ ഈ പെണ്ണ് പതുക്കെ പഠിച്ചിട്ടൊരു ദിവസം നമ്മുടെ ഇഷ്ടമറിഞ്ഞിതാ കൊണ്ട് തരുന്നു. അപ്പോഴതും കഴിച്ചു. അത് നമ്മൾ ചോദിക്കുക, ഇതൊക്കെ ആണെങ്കിൽ ഞാൻ അന്ന് തന്ന ആ ചായ കൊള്ളൂലെന്നറിഞ്ഞിട്ടും ആ ഫുഡ് കൊള്ളൂലെന്നറിഞ്ഞിട്ടും എന്തിനാ കഴിച്ചേ? ഉടനെ പറയാ നിന്നോടുള്ള സ്നേഹം അതല്ലേ. അപ്പോൾ അവൾ തീരുമാനിച്ചു, ഇനിമേൽ അവൻ്റെ നിലവാരത്തിലേക്ക് ഞാൻ ഉയരണം. എന്ന് വെച്ചാൽ ഞാനും നിങ്ങൾ ഇതുവരെ ഈ കാന്തന് കൊടുത്തൊന്നും കൊള്ളാവുന്ന സാധനമല്ല. പാട്ട് കൊള്ളൂല, പ്രസംഗം കൊള്ളൂല, പ്രാർത്ഥന കൊള്ളൂല. പക്ഷെ അവൻ കൈപ്പറ്റി. കാരണം കൊടുത്തത് ഞാനായതുകൊണ്ട് എന്നോടുള്ള സ്നേഹം. ഇങ്ങനെയാ ഇവിടെ വരെ വന്നേക്കുന്നത്. അന്ന് വരെ എനിക്ക് തോന്നി അവിടുത്തെ നിലവാരത്തിലേക്ക് എനിക്ക് ഉയരണം. അവിടുന്ന് അന്ന് മുതൽ അതിനു മുമ്പേ തീരുമാനിച്ചു ഇവളുടെ നിലവാരത്തിലേക്ക് എനിക്ക് ചുരുങ്ങണം. അങ്ങനെ നമ്മളിലേക്ക് പരിശുദ്ധൻ ചുരുങ്ങി വരികയും നാം അവരിലേക്ക് ഉയരുകയും ചെയ്യുന്ന അനുഭവത്തിൻ്റെ പേരാ കൂട്ടായ്മ. ഹല്ലേലൂയ. അങ്ങനെ ആത്മീയവർദ്ധന പ്രാപിച്ചിങ്ങോട്ട് വന്ന നമ്മൾ കർത്താവിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? നമ്മുടെ കാന്തൻ, നമ്മുടെ സർവസ്വവും. ഇനിയാണൊരു മർമ്മം. ചോദ്യം ചോദിക്കാൻ അവസരങ്ങൾ തരാം. ചോദിച്ചിങ്ങനെയാണ്, പഴയ നിയമം മുഴുവൻ നിങ്ങൾ പരതിയാൽ ദൈവത്തെ ആരും പിതാവേ എന്ന് വിളിക്കുന്നില്ല. അങ്ങനൊരു അപവാദം ഏലിയാവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവേ ഇസ്രയേലിൻ്റെ തേരിന്തരാളികളും. ആ ഒരു പരാമർശം മാറ്റിവെച്ചാൽ ആരും വിളിക്കുന്നില്ല പിതാവേ. ഈസഹാക്കിൻ്റെ ഭയമായവൻ, അബ്രഹാം ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചവൻ. ലോകത്തിലെ സകല മതങ്ങളും ഓൾമൈറ്റിയെ വിളിക്കുന്നത് സ്ഥാനപ്പേര് കൊണ്ടാണ്, യാഹ്വേ, അല്ലാ അവരുടെ രീതിയിൽ, പരമേശ്വർ. ഓൺലി വി പീപ്പിൾ, ദ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഓർ ക്രിസ്ത്യൻസ്, അഡ്രസ്സിങ് ഓൾമൈറ്റി ആസ് ഫാദർ. ഫാദർ, അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന ഒരേ ഒരു സമൂഹം നമ്മളാണെന്ന്. നമ്മൾ എങ്ങനെയാണെന്നറിയണ്ടേ വിളിച്ചത്? പുത്രൻ നമ്മെ തന്നോട് ചേർത്തപ്പോൾ നമ്മൾ ദൈവ കുടുംബത്തിലായി. അപ്പോൾ ഈ പുത്രൻ്റെ ജഡപ്രകാരമുള്ള റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അതാ അബ്രഹാം, അതാ ഇസ്ഹാക്ക്, അതാ ദാവീദ്, അതാ ന്യായപ്രമാണം, അതാ പഴയ നിയമം. മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലാകാൻ വേറൊരു ഉദാഹരണം പറയാം. ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവ് ഇങ്ങനെ രണ്ടുപേരും പോയി. ഈ പയ്യൻ ഏതൊരവസരം കിട്ടിയാൽ ഈ പുള്ളിക്കാരിയെ അങ്ങ് കളിയാക്കും. ഇങ്ങനെ പോകുമ്പോഴുണ്ട് കുറേ കഴുതകൾ വഴിയെ പോകുന്നു. ഈ മനുഷ്യൻ പറയുകയാണ്, ദാ പോകുന്നു നിൻ്റെ റിലേറ്റീവ്സ് എന്ന്.
എന്നെ മേടിക്കായിരുന്നു. അവൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. എന്നുപോലാന്ന് അറിയണ്ടേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം. ഇത്ര ഉദാഹരണം അത്ര ആറ്റല്ല. എനിക്കെന്നുപോലെ അബ്രഹാമായിട്ട് ബന്ധം വന്നേ, ഇസ്ഹാക്കുമായിട്ട് ബന്ധം വന്നേ, യാക്കോബുമായിട്ട് ബന്ധം വന്നേ, എനിക്കൊരിടത്തുനിന്നൊരു ബന്ധമില്ല. ത്രൂ ക്രൈസ്റ്റ്. കാന്തൻ്റെ സ്വന്തക്കാർ എൻ്റെ സ്വന്തക്കാരാണ്. ഇപ്പം മനസ്സിലായോ? എന്നിട്ട് നമ്മളിപ്പോൾ അബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, കാന്തം പറയുക, ഞാനല്ലേ നിന്നെ വീണ്ടെടുത്തേ, നീ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊന്നും വരണ്ട. അത് നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന്. എന്താ കാന്തനും കാന്തയും നമ്മളുടെ ബന്ധമെന്ന് അറിയണ്ടേ? നിങ്ങളുടെ വീട്ടിൽ പലതരം വസ്തുക്കളുണ്ട്, പലതരം റൂമുകളുണ്ട്. ഇപ്പം ഞാൻ വായിക്കുന്ന മുറിയൊക്കെ ഉണ്ട്, അവിടെ ഈ പിള്ളേർ കയറുന്നത് എനിക്കിഷ്ടമല്ല. അതെടുക്കരുത് ഇതെടുക്കരുതെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ വൈഫിന് കിടക്കാൻ പറ്റാത്ത ഒരു മുറിയെങ്കിലും ഉണ്ടോ വീട്ടിൽ? അവൾക്ക് തുറക്കാൻ പാടില്ലാത്ത ഒരു ലോക്കുമില്ല. എവിടെയും ചെല്ലാം. കാന്തൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ചെല്ലാം. ഇങ്ങനെ ക്രിസ്തുവിനുള്ള നമ്മുടെ ബന്ധം. മനസ്സിലായില്ലേ? അത് ഇസ്ഹാക്കിനില്ല, യാക്കോബിനില്ല, അബ്രഹാമിനില്ല. അവർ ദൂരത്തുനിന്ന് കണ്ട് അഭിവന്ദിച്ചു ഇസ്ഹാക്കിൻ്റെ ഭയമായവൻ. അപ്പം നമ്മുടെ ബന്ധം ദൃഢമാണ്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അങ്ങോട്ട് വേണം പഴയ നിയമം നോക്കാൻ. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഉൽപ്പത്തി എന്നല്ല. ഇസ്ഹാക്കിൻ്റെ യാഗം കഴിച്ച കാര്യമോ, കയ്യിനും ഹാവേലും കയ്യും ചേന കൊണ്ട് കൊടുത്ത കഥയോ യാഗം കഴിക്കാനല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ സണ്ടസ്കൂളിൽ പഠിച്ചേ. ഇതൊന്നും അല്ല പ്രശ്നം. എവിടുന്നാന്ന് തോന്നറിയണ്ടേ? ക്രിസ്തുവിലൂടെ വന്നിട്ട് നമ്മളിങ്ങനെ എത്തി നോക്കുക ഈ വേണ്ടപ്പെട്ടവരെ. അതാണ് കറക്റ്റ് വഴി. തിയററ്റിക്കൽ വേ അതാണ് സമീപിക്കേണ്ടത്. എന്നിട്ടൊരു ചോദ്യം ചോദിക്കാം. ഞങ്ങളുടെ ഇരിക്കുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റിന് 2000 ആണ്ടിൻ്റെ പഴക്കം കുറഞ്ഞത്. ഇതിൽ ശത്രുവിനെ സ്നേഹിക്കാനേ ഉള്ളൂ. വെട്ടില്ല, കൊത്തില്ല, കൊലയില്ല. പിന്നെ പഴയ നിയമത്തിൽ കണ്ടത് എന്താണെന്നറിയണ്ടേ? അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത നാച്ചുറൽ കോൺസിക്വൻസ് എഴുതി വെച്ചിരിക്കുന്നത്. വധശിക്ഷ ഇന്ത്യ കൊടുക്കും. ഇവിടെ ചില സെറ്റുകളിലുണ്ട്. അത് ഈ രാജ്യത്തിൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ വയലേറ്റ് ചെയ്താൽ നിങ്ങൾ സ്വയം അകപ്പെടുന്ന ശിക്ഷ അത്. മനസ്സിലായോ? മനസ്സിലായില്ല? അത് റെഡിയാക്കി വെച്ചിരിക്കുക ആ നിയമം. ആ നിയമത്തെ റദ്ദ് ചെയ്തുകൊണ്ട് നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്നതാണ് പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ 14 ആവർത്തി പറയാണ്, പഴയ നിയമം നല്ലതാണ്, പക്ഷെ പുതിയ നിയമം ഏറെ നല്ലത്. അവിടുന്ന് ഇനി അതിനൊരു തെളിവിടെ പറയാം. ഉപേക്ഷണത്തെ പറ്റിയൊക്കെ വന്ന് പറഞ്ഞു, മോശ പറഞ്ഞു ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കുക, പിരിയുക എന്നൊക്കെ പറഞ്ഞു. കർത്താവ് കേട്ടിട്ട് പറഞ്ഞു, സംഗതിയൊക്കെ കൊള്ളാം, അത് എന്തിനാ തന്നേ തരേണ്ടേ? ഹൃദയകാഠിന്യം നിമിത്തം തന്ന. അപ്പം അതില്ലേ പ്രശ്നമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദി പിന്നെ എങ്ങനെ ആയിരുന്നു? അത് പഠിപ്പിച്ചു തന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ പ്രമാണം എവിടെ നിന്ന് തുടങ്ങുന്ന അറിയണ്ടേ? ഞാനോ നിങ്ങളോട് പറയുന്നു. അല്ല, ഉൽപ്പത്തി എന്നല്ല നമ്മൾ തുടങ്ങുന്നേ. നമ്മുടെ കാന്തൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെ പോകണമെന്ന്. കാന്തൻ ചുമതലപ്പെടുത്തിയവർ പറയുന്നുണ്ട് എങ്ങനെ പോകണമെന്ന്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാരും സെയിന്റ് പോളും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പ്രകാരം പോകുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇനി യഹോവയെ പറ്റിയുള്ള ആ കാര്യമൊക്കെ നാളെ ചിന്തിക്കാം. നിങ്ങൾക്ക് പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം. പറഞ്ഞ വിഷയത്തിൻ്റെ ഉള്ളിൽ നിൽക്കണം കഴിവതും. പെട്ടെന്ന് വരട്ടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ. ഒന്ന് കൈ പൊക്കിയാൽ മതി. മൈക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്ക്. അപ്പോൾ ഒരു സന്തോഷമാണ്. ഒരു 2 മിനിറ്റ് കൂടെ എടുത്തു ആലോചിക്കാൻ വേണ്ടി. ഇത്രയും വ്യക്തത വന്നോ പറഞ്ഞേ? അപ്പോൾ നമ്മൾ തുടങ്ങേണ്ട പുതിയ നിയമത്തിൽ നിന്ന്, അത് മറക്കല്ലേ. പുതിയ നിയമം വഴി എന്ന് നിങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു തുടങ്ങരുതെന്നല്ല അർത്ഥം. നമ്മുടെ സ്പിരിച്വൽ സ്റ്റാൻഡ് ഇവിടുന്നാണ്. നമ്മുടെ തിയറി ഇതുവഴി അങ്ങോട്ടാണ് പോകേണ്ടത്, ക്രിസ്തുവിലൂടെ കടന്ന് അങ്ങോട്ട്. അല്ലാതെ ഉൽപ്പത്തി മനുഷ്യൻ ജനിച്ച കഥ മുതൽ ഇങ്ങോട്ട് ആ ജീനിയോളജിയിലല്ല നമ്മൾ പെടുന്നത്. ക്രിസ്തുവിലൂടെ ആരംഭിച്ച് നമ്മൾ അവിടേക്ക് ചെല്ലും. പഴയ നിയമത്തിൽ നമ്മുടെ ബന്ധം വെട്ടി ഇണച്ച് ചേർത്തതാണ് അങ്ങോട്ട്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത നമ്മളെ വെട്ടി ഇണച്ച് അവിടേക്ക് ചേർത്തതാണ്. നമ്മൾ പലപ്പോഴും ഇസ്രായേലിയ യുദ്ധതന്ത്രങ്ങളൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുന്നതാണ് പ്രവചനമായിട്ട് ബന്ധപ്പെട്ട്. അവരുടെ ബുദ്ധി കൂർമ്മതയൊക്കെ ശ്രേഷ്ഠമാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ പാഠം ആ ബുദ്ധി പോലും അല്ല പ്രധാനം. നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണമെന്നാണ്. ആ ബുദ്ധിക്കൊന്നും ക്രിസ്തു വില കൽപ്പിക്കുന്നില്ല. അത് വെട്ടി വിട്ടേക്കാണ്.
അത് അഭിമാനകരമായ കാര്യമൊക്കെ അവർ നേടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ലാത്ത കൃപയുടെ പുതിയൊരു പന്താവാണ് പുതിയ നിയമം വെട്ടിത്തെളിച്ച് തരുന്നത്. അപ്പം ഇനി ഈ യഹോവയെ വിരോധിക്കുക, ഒരല്പം പറയാനുണ്ട്, എഴുതിയെടുക്കാനും ഉണ്ട് ചിലത്. ചോദ്യം ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടങ്ങ് കിടക്കാം. ചോദ്യം ഉണ്ടോ? ഇല്ലേ നാളെ ചോദിച്ചാലും മതി. ഉണ്ടോ? ചോദ്യം ഉണ്ടോ എന്ന് കൈ ഉയർത്തണം. അതാ നമ്മുടെ ആൾക്കാർ കൈ ഉയർത്തുന്നത് രോഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, അസുഖം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഈ ആക്ച്വലി യഹോവ എന്ന് പറഞ്ഞാൽ യഹോവയെ തിരസ്കരിക്കുന്ന ആ മാനസികാവസ്ഥയുള്ള ആളുകളോട് തന്നെ പറയാം, സത്യത്തിൽ ഉപയോഗിക്കേണ്ട പദപ്രയോഗം യാഹ്വേ എന്നാണ്. അത് വേണമെന്ന് എഴുതിയിട്ടു YHWH. ഇത് ക്യാപിറ്റലാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ എഴുതരുത്. ഈ എബ്രായ ഭാഷയ്ക്ക് ആക്ച്വലി സ്വരാക്ഷരങ്ങളില്ല, നോ വൗവൽസ് ഇൻ ഹീബ്രു. അത് കേട്ടാൽ നമുക്കൊരു അത്ഭുതം വരും അല്ലേ, അങ്ങനത്തെ ഭാഷ ഉണ്ടാവും അല്ലേ. സ്വരാക്ഷരം ഇല്ല. സ്വരാക്ഷരം തന്നെയല്ല, പാസൻസ് ഇല്ല, പ്രസൻറ്റ് ടെൻസ് ഇല്ല, ഫ്യൂച്ചർ ടെൻസും ഇല്ല. ഇതൊക്കെ എന്താണെന്ന് അല്ലേ. അപ്പോൾ ഈ വൗവൽസ് ഇല്ലാത്ത ഒരു ഭാഷ. അതിലൊരു ഉദാഹരണം പറയാം. നിങ്ങൾ DVD എഴുതിയെന്ന് കൂട്ടിക്കോ എബ്രായ ഭാഷയിൽ. അതിന് തത്തുല്യ അക്ഷരമാണ് ദാലത്ത്. പിന്നെ ഒരു വ, പിന്നെയും ദാലത്ത് വൗ ദാലത്ത് എന്നുവെച്ചാൽ DVD. വായിക്കേണ്ടത് ദാവീദ് എന്നാണ്. വള്ളിയില്ല, വരയില്ല, ഒരു രക്ഷയില്ല. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വായിക്കണം. എങ്ങനെയാ? ദാവീദ്. ഇത്തരം ഒരു ഭാഷയാണ് എബ്രായ അല്ലെങ്കിൽ ഹീബ്രു. യഥാർത്ഥ ഹീബ്രു വള്ളിയില്ല, പുള്ളിയില്ല, സ്വരാക്ഷരമില്ല, ഇത്തരം വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രം. അതും റൈറ്റ് ലെഫ്റ്റാണ്, വലത്ത് നിന്ന് ഇടത്തേക്ക്. വലത്ത് നിന്ന് ഇടത്തേക്ക് 22 അക്ഷരം ഉച്ചരിച്ച് വരുമ്പോൾ ഒരക്ഷരം 2 തവണ ആവർത്തിക്കും. ഷിൻ എന്നൊരക്ഷരം, ഷിന്നെന്ന് സിന്നെന്നും പറയും. അങ്ങനെ 23 അക്ഷരമെന്ന് വേണമെങ്കിൽ പറയാം. വലത്ത് നിന്ന് ഇടത്തോട്ട് വ്യാകരണ നിയമങ്ങളൊക്കെ വളരെ ഈസിയാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളൊരു ഭാഷയാണ്. അറബി ഇതെല്ലാം ഒരു കുടുംബമാണ്. ഇതിലാകെയുള്ള വാക്കുകളുടെ എണ്ണം കേട്ട അത്ഭുതം വരും. വെറും 10,000 വേഴ്സസ്. ഇംഗ്ലീഷിൽ മോർ ദാൻ 7 lakhs വേർഡ്സ് ഉണ്ട്. ഗ്രീക്കിൽ ഏതാണ്ട് 3 ലക്ഷം വാക്കുകളുണ്ട്. അപ്പോൾ എബ്രായ ഭാഷയുടെ ആകെ സമ്പത്ത് എത്ര? 10,000. ക്ഷമിക്കണം, ഞാൻ വീട്ടിൽ ഒരാഴ്ച ആളുകളെ പാർപ്പിച്ച് ഈ ഹീബ്രുവും ഗ്രീക്കും വായിക്കാനും എഴുതാനും പ്രാഥമിക ഗ്രാമറും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. അതിന് ഫീസൊന്നുമില്ല. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു സന്തോഷം. നമ്മുടെ കയ്യിൽ നിന്ന് അച്ച് വിട്ട് പോകാതിരിക്കാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ, റിട്ടയർഡായ ഒരു അച്ചായൻ പഠിക്കാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം എൻ്റെ വകയായിട്ട് ഓരോ ഡിക്ഷണറി സൗജന്യമായിട്ടുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ രീതിയും കഷ്ടപ്പാടുമൊക്കെ കണ്ടിട്ട് എനിക്ക് തിരക്കേടില്ലാത്തൊരു സഹായം ചെയ്തു. ഇത് ഡിക്ഷണറിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കണമല്ലോ, ഞാൻ ഡിക്ഷണറി എത്തിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. ഞാനിത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. അദ്ദേഹം അവിടെ നിന്ന് വിളിച്ച് ഫോൺ കിട്ടി എൻ്റെ മോൾക്കാണ്. വല്ലാതെ അങ്ങ് ശകാരിച്ച്, ദൈവാസന്മാർ അവിശ്വസ്തരാകരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിഘണ്ടു അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 10-40 പേപ്പറുണ്ട്. ആകെ ശാസിച്ചു. അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അപ്പച്ചൻ അതൊക്കെ പറയുന്നു. മേടിച്ചു. പുള്ളി ആദ്യത്തെ ആ ശോഭമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു, എന്നാലും ഇതെന്നോട് ചെയ്യരുതായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തുവാ? നിഘണ്ടു അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഇല്ലാത്ത വാക്ക് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? 10,000 വാക്കേ ഉള്ളൂ, അതെല്ലാം അച്ഛന് തന്നു. അച്ഛനോട് ആര് പറഞ്ഞു എനിക്ക് ഇത്രയും പൈസ തരാനാണ്ട് പറഞ്ഞു. പുള്ളി ഓർത്ത് നിഘണ്ടു എന്ന് കേട്ടപ്പോൾ ഓർത്ത് നമ്മളിരിക്കുന്ന വെബ്സ്റ്ററുടെയൊക്കെ വലിയ ഒരു സങ്കല്പത്തിൽ പോയതാണ്. പക്ഷേ എൻ്റെ കുഴപ്പമില്ല, ഭാഷയ്ക്ക് ഇത്രയും ദാരിദ്ര്യമുണ്ട്, വാക്കില്ല. ഞാൻ ദരിദ്രനായിട്ട് ചെയ്തതല്ല, ഭാഷയ്ക്ക് വാക്കുണ്ട് ഇത്രയും. പക്ഷേ ഭാഷയ്ക്ക് വാക്ക് കുറവാന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ
8, 10, 15 കൊല്ലം കൊണ്ടൊക്കെ മലയാളം മറക്കും. ജൂതൻ്റെ പ്രത്യേകത കേൾക്കണം, അവൻ ഒരിക്കൽ പഠിച്ചതാ. എൻ്റെ കാരണം അറിയാവോ? നമ്മുടെ ഭാഷ ഹൃദയത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി അങ്ങ് പോവാ. പിന്നെ പോയി അറ്റ്ലാന്റായി വീഴുക, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വീണു. ഇവൻ്റെ ഭാഷ ശൂന്യതയിൽ നിന്ന് ഒഴുകി വന്ന് ഇതിനകത്ത് കയറും, പിന്നെ പോകത്തില്ലെന്ന്. അതാ ജൂതൻ. കാരണം അവൻ വെറുതെ വാക്ക് പറയുകയില്ലെന്ന്. നിങ്ങൾ കണ്ടോ, നെതന്യാഹു കിടന്ന് ഒത്തിരി സംസാരിക്കുന്നുണ്ടോ? അധിക സംഭാഷണമൊന്നുമില്ല, ശരിയല്ലേ? ഒത്തിരി പറച്ചിലൊന്നുമില്ല, ചെയ്യേണ്ടതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം, ഈ റെജിപ്പാസ് തീരുമാനിച്ചു എനിക്കൊരു $10,000 തരാൻ. ഞെട്ടുന്ന വിടുന്നുണ്ട്. ഒരു സങ്കല്പം പറഞ്ഞാൽ ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഈ മനുഷ്യൻ കൊണ്ട് കൊടുത്താലറിയാം. എൻ്റെ രൂപവും ഭാവവും ഒക്കെയുള്ള മെലിഞ്ഞിരിക്കുന്ന മറ്റൊരു സഹോദരനെ കണ്ട് ഞാനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഇതങ്ങ് കൊടുത്തു. പുള്ളി ആകപ്പാടെ നടുങ്ങി ഇങ്ങനെ നീക്കി. ഇതെന്തിന്? അല്ല ഇരിക്കട്ടെ. കുറേ കഴിയുമ്പോഴാണ് മനസ്സിലായത് ആളിതല്ലെന്ന്. ആ പുള്ളി ഇങ്ങനെ പോകാതെ എങ്ങനെ എന്ത് ചെയ്ത് എന്തിനെന്നാ ഒരു പിടിയില്ല. പുള്ളി ആവശ്യമുള്ള ആളുമല്ല. ഇത് പരിഹരിക്കാനൊരു വഴിയുണ്ട്. എന്താ? സോറി ബ്രദറെ, ആള് മാറിപ്പോയി. അയ്യോ ഞാനും ഓർത്തു, എന്നാ പിടിച്ചു. ഇങ്ങനെ പരിഹരിക്കേണ്ട ഒരു ചെറിയ വിഷയം ബൈബിളിൽ പരിഹരിക്കാൻ കിടപ്പുണ്ട്. എന്താണെന്നറിയണ്ടേ? ഇസഹാക്ക് വരം കൊടുക്കുമ്പോൾ ഏശാവാണെന്നോർത്ത് യാക്കോബിന് കൊടുത്തു. വിളിച്ച് തിരിച്ചെടുത്താൽ പോരെ, സാരമില്ല മോനെ, ഇച്ചിരി പപ്പായ്ക്ക് മാറിപ്പോയി, ഇനി വാ. മറ്റവനും പറയും ഇതെങ്ങനെയില്ലെന്ന് പോയി കിട്ടിയാൽ മതി, മമ്മി കാരണോ ഞാൻ ഈ പരുവത്തിലായത്. അല്ലേലും മമ്മിയുടെ വല്ലാത്തൊരു സ്നേഹം കാരണം നമ്മളിൽ പലരും ഒരു പരുവത്തിലായി. സ്നേഹമാണെന്ന് പറഞ്ഞ് ചെയ്താ ഒരു പരുവത്തില്ല. അതാ ഈ മുടിയൻപുത്രൻ മടങ്ങി വന്നപ്പോൾ പോയത് എങ്ങോട്ടാണെന്നറിയോ? അപ്പൻ്റെ അടുത്തോട്ടാ. എന്താ അമ്മയുടെ അടുത്തോട്ട് പോകാൻ? അമ്മ കാരണം ആ മോനി ഈ പരുവത്തിലായത്. അന്നേ ചെറുക്കൻ തീരുമാനിച്ചു ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന്. അങ്ങനെ അപ്പൻ്റെ വീട്ടിലോട്ട് വന്നല്ലേ. സൗകര്യമാർ മണങ്ങരുത്. അപ്പോഴേ ഇത് വിളിച്ചിട്ട് കൊടുത്താൽ മതി. കൊടുത്തോ? കൊടുത്തില്ല. എന്താ ഇസാക്ക് പറഞ്ഞതറിയണ്ടേ? മകനെ ഞാനത് കൊടുത്തുപോയി, ഇനി എനിക്ക് പിൻവലിച്ചുകൂടാ. അതാ ജൂതൻ്റെ വാക്കെന്ന്. അല്ല നമ്മളെ വാക്കുപോലല്ല. 10,000 വാക്ക് മതി, പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പവർഫുള്ളാണെന്ന്. ഒത്തിരി വാക്കൊന്നുമില്ല. യേശുവിൻ്റെ പ്രസംഗം ആകെ എടുത്തേ 100 കാണും കഷ്ടിച്ചിനകത്ത്. എത്ര നാൾ പ്രവർത്തിച്ചു? ഒരു 3.5 കൊല്ലം. അതിനുവരെ നമ്മളെന്താ പറയുന്നത്? 35 കൊല്ലമായി. നമ്മൾ അതിൻ്റെ 10 ഇരട്ടി കയറി. യേശു വല്ല വിദേശത്തും പോയോ? നമ്മളോ? ഞങ്ങളൊക്കെ ഇവിടുന്ന് എന്നേച്ച് നാട്ടിൽ ഒരു പ്രസംഗം വരുമ്പോൾ, ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ അടിക്കുക. അവിടെ ചെന്നു യേശു പറഞ്ഞു ഞാൻ ഇന്നടുത്ത് പോയപ്പോൾ. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പിണങ്ങരുത്. എൻ്റെ ചെറിയ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടതിൽ 3 തരം ആളുകളാണ് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ ഭാഷയെ മലയാളത്തിൽ പറഞ്ഞ അന്യായ തള്ള. ഒന്ന്, ഈ അഭ്യാസികൾ. അടിതടയൊക്കെ പഠിച്ചവരോട് സംസാരിക്കണം. വലതുകാല് വെച്ച് ഇടതുകാല് വെച്ചെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്ന കേട്ടാൽ നമ്മൾ കേട്ടിരുന്നു പോവും. എനിക്ക് റീഭാഷ പറഞ്ഞില്ല, തിരുമാം എന്നൊരു മനുഷ്യൻ ബൈബിളിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അവനങ്ങാണ്ട് കേട്ടിട്ടുണ്ട്. കായികാഭ്യാസം പഠിക്കണമെന്ന് ബൈബിളിലുണ്ട്. പാസ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അവസാനം പറഞ്ഞു ഞാൻ ചില ട്രിക്കുകൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറയുക, ഈ തെറുപ്പുവാളിന് വെട്ട് വന്നാൽ തടയാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഓലമടൽ വെട്ടി വിലങ്ങണമെന്ന്. ഞാൻ പറഞ്ഞു അത് കൊള്ളാം, ഇനി വല്ലവനും എന്നെ വെട്ടാൻ വന്നാൽ നീക്കുക, ഞാൻ പോയി ഓലമടൽ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറയും. എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു ഈ ക്ലാസ് എന്ന് പറഞ്ഞു. ഈ ടൈപ്പ് അടി. രണ്ടാമത്തെ കൂട്ടർ ഈ മിലിറ്ററിയിൽ നിന്ന് റിട്ടയറായി വന്ന അച്ചാന്മാരാണ്. ഏതാണ്ട് ഒരു തണുപ്പിൻ്റെ ഡിഗ്രിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇങ്ങനെ മൈനസ് ഡിഗ്രി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അന്നേരം എൻ്റെ കൂട്ടുകാരൻ ആന്ധ്രാക്കാരനൊരു വെട്രിവേൽ അപ്പുറത്ത് നിൽക്കുന്നു. പാകിസ്ഥാൻ ഇങ്ങോട്ടൊരു മിസൈൽ അയക്കുന്നു. ഞാൻ വെട്രിവേലിനെ വകഞ്ഞു മാറ്റുന്നു. ഈ കൈ കൊണ്ട് അതിങ്ങ് പിടിച്ചു. നമ്മളെ ചെറുപ്രായത്തിൽ ചായക്കടയിലൊക്കെ ഇരുന്ന് കേട്ട് നേരാന്നൂർത്ത് വരിക, കണ്ണ് തള്ളി. മൂന്നാമതൊരു കൂട്ടരുണ്ട്.
അത് ഭൂതത്തെ ഇറക്കുന്ന പാസന്മാരാ. കെടികെട്ടിയ പല പ്രവാചകന്മാരും ആ വീട്ടിൽ ചെന്നു, ഒരു വിടുതലും ഉണ്ടായില്ല. 7-ാം ദിവസം ഈ ഏഴയും ചാരവും കൃമിയും പൂഴിയുമായ ഈ സാധുവായ ഞാൻ, ഇതൊന്നും എൻ്റെ പുകഴ്ചയ്ക്ക് പറയുന്ന അല്ലെന്ന്. ഈ ടൈപ്പാണ് നമ്മളീ പലരും അല്ലേ. പക്ഷെ ജൂതന് 10,000 വാക്ക്. എൻ്റെ ആത്മീയവശം പറയാൻ വന്നാൽ മറക്കല്ലേ, ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വിഷമമുണ്ടോ? ആ, അല്ലെങ്കിലും പാസുമാരെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാണ്, എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഈ YHWH എങ്ങനെ യഹോവയായി? യാഹ്വേ എന്ന് പറയേണ്ട അക്ഷരം എങ്ങനെ യഹോവ എന്നായി? യഹോവ എന്ന് എഴുതണമെങ്കിൽ താഴെ ഒരു ഈ വേണം, അപ്പുറത്ത് W കഴിഞ്ഞൊരു O വേണം അല്ലേ? ഇതെങ്ങനെ കയറി വന്നറിയണ്ടേ? ജൂതന്മാർ പലയിടങ്ങളിൽ പലായനം ചെയ്തു, ചെതറി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പലവട്ടം പോയിട്ടുണ്ട്. ഈ പോയ ആളുകൾ സിനഗോഗിലെ റീഡിങ്ങിന് വേണ്ടി ഈ ഹീബ്രു സൂക്ഷിച്ചു വെച്ചു. പ്രീസ്ലി ഹീബ്രു എന്ന് തന്നെ പറയും, പൗരോഹിത്യ എബ്രായ സൂക്ഷിച്ചു വെച്ചു. അതിങ്ങനെ വായിക്കും, പുരോഹിതന്മാർക്ക് മനസ്സിലാകും, വേറെ ആർക്കും പിടികിട്ടുകയില്ല. നമ്മുടെ സുറിയാനി വായിക്കുന്ന പോലെ ചർച്ചിൽ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് അവർ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പുതിയ തലമുറ പോയ സ്ഥലത്തെ ഭാഷകൾ പഠിച്ചു വന്നു. ഇവർക്കിത് എത്ര നോക്കിയിട്ടും വഴങ്ങുന്നില്ല. ഇത് വായിക്കാൻ, യാഹ്വേ എന്ന് വായിക്കാൻ പറ്റുന്നില്ല, വള്ളിയും പുള്ളിയൊക്കെ വേണം. അതിനുവേണ്ടി മസോറികൾ എന്നറിയപ്പെടുന്ന ഒരു പറ്റം റബിമാർ ഒരു സംവിധാനം ചെയ്തു. വവ്വൽസ് കൃത്രിമമായി ഉണ്ടാക്കി. കേൾക്കുന്നുണ്ടോ? കുത്തും പുള്ളിയൊക്കെ ഉണ്ടാക്കി അക്ഷരങ്ങളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് വായന സുഗമമാക്കി. അതുകൊണ്ട് മസോറികളുടെ ഒരു ടെസ്റ്റ് എടുത്താൽ, ഒരു പുസ്തകം എടുത്താൽ, ആ പുസ്തകത്തിൻ്റെ വശങ്ങളിൽ നടുവിലൂടെ ഒരു വര കാണും. ഒരു ഭാഗത്ത് വിത്ത് വവ്വൽസ്, അപ്പുറത്ത് വിത്തൗട്ട് വവ്വൽസ്. വിത്ത് വവ്വൽസിനകത്ത് യഹോവയെന്നും വിത്തൗട്ട് ആണെങ്കിൽ യാഹ്വേ എന്നും. മനസ്സിലാവുന്നോ? എന്തിനാണത് വന്നെന്നറിയണ്ടേ? എലോഹീം എന്നെഴുതുന്ന അക്ഷരങ്ങളുടെ ആ സ്വരാക്ഷരമെടുത്ത് യഹോവയ്ക്ക് വെച്ചപ്പോൾ, യാഹ്വയ്ക്ക് വെച്ചപ്പോൾ യഹോവയായി, മറ്റേ യാഹ്വയായി. രണ്ടും രണ്ടുപേരല്ല, ഉപയോഗം കൊണ്ടായതാ. അപ്പോൾ ഇവരെന്തിനാ രണ്ടും വെച്ചതെന്നറിയണ്ടേ? ഒറിജിനലി യാഹ്വയാണ്. അതിൻ്റെ മുകളിൽ അവരെഴുതും കെത്തീബ്. കെത്തീബ് എന്ന് പറഞ്ഞാൽ ടു റൈറ്റ്, കിതാബ്, എഴുതേണ്ടത്. ഇപ്പുറത്ത് എഴുതിയിരിക്കും QURE, കിരേ എന്ന് വായിക്കണം. കിരേ എന്ന് പറഞ്ഞാൽ വായിക്കേണ്ടത്. അല്ലെങ്കിൽ ഖുറാൻ എന്നൊക്കെ ഉണ്ടാകുന്നത് വായിക്കുക എന്നതിൻ്റെ അർത്ഥം. കെത്തീബ് എഴുതേണ്ടത്, കിരേ വായിക്കേണ്ടത്. എന്നാൽ ഇന്ന് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ജൂതന്മാർ തിരിച്ചു വന്നല്ലോ അടുത്ത കാലത്ത്. ഇപ്പോൾ ഇവർക്ക് ഈ വള്ളിയും പുള്ളിയൊന്നും വേണ്ട, പഴയ പോലെ എത്തിച്ചു. ഇപ്പോൾ ദിനപത്രങ്ങൾ പോലും ഇറങ്ങുന്നത് ഈ കെത്തീബ് ടൈപ്പാണ്. പക്ഷെ കാലമേറെ കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു തർക്കമുണ്ടായി. കാരണം യാഹ്വേന്ന് വായിക്കണോ യഹോവേന്ന് വായിക്കണോ, ഇങ്ങനെ ഈ ചിന്ത വന്നപ്പോൾ ഇവരെഴുതുമ്പോൾ യാഹ്വേ എന്ന് തന്നെ എഴുതും. പക്ഷെ ഒരിക്കലും യാഹ്വേ എന്ന് വായിക്കില്ല. ഭയം നിമിത്തം, ദൈവത്തിൻ്റെ പേരുച്ചരിക്കാനുള്ള ഭയം നിമിത്തം അദോനായ് എന്ന് പറയും. നമ്മൾ ഈ അഡോനായ് എന്ന് പറയരുത്, അത് പ്രൊനൗൺസിയേഷൻ കറക്റ്റല്ല. അദോനായ്, അദോനായ് എന്ന് വായിക്കാവൂ, എഴുതുന്നത് യാഹ്വേ. ഈ ഒരു കാര്യം മാത്രം, ബാക്കിയൊക്കെ അല്ലാതെ വായിക്കാം. നമ്മൾ പറയലേ യഹോവൻ്റെ ഇടയനാകുന്നു, അവരിത് കേട്ട് പേടിക്കും. ഞങ്ങൾ ഭയഭക്തിയോടെ വിളിക്കുന്ന ഈ പേര് ദാ ഇവരെല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നു. അവർ അദോനായ് എൻ്റെ ഇടയനാകുന്നു, പക്ഷെ അദോനായ് എന്ന് എഴുതുകയല്ല. പിന്നെയും ഒരു മാറ്റം ഉണ്ടായി. ഈ യാഹ്വേ എന്ന പേര് അദോനായ് എന്ന് വിളിച്ചാൽ ഒരു അപകടം അവർ തിരിച്ചറിഞ്ഞു. എൻ്റെ അർത്ഥം മാസ്റ്റർ അല്ലെങ്കിൽ യജമാനൻ. ഇത് ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം, ദാസൻ യജമാനനെ വിളിക്കാം, ജോലിക്കാരൻ്റെ സുപ്പീരിയറിനെ വിളിക്കാം, പ്രായമുള്ള ഒരാളിന്, കൊച്ചുകുട്ടിക്ക് പ്രായമുള്ള ഒരാളിനെ വിളിക്കാം. അങ്ങനെ സാറ യജമാനെ എന്ന് വിളിച്ചു എന്ന് പറയല്ലോ അല്ലേ? അതൊന്നായി. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാമെന്ന് ഇന്ന് പോയി വിളിക്കുകയും ചെയ്യണ്ട. ഇന്നും ഒരു ഭാഷ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ. സത്യത്തിൽ ഇവർ നമ്മളെന്തോ വിളിക്കുന്നതെന്ന് വെച്ചാൽ അറിയോ? ദേ കേട്ടോ, ഷേ, ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. ഇപ്പം എന്തോ ചെയ്യുന്നു?
ഞാനതൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ നമ്മുടെ പാഠ്യഗതിയെ നോക്കിപ്പോയാൽ അതാണ് നമുക്ക് നല്ലത്. ചുരുക്കി പറഞ്ഞാൽ അദോനായ് മാസ്റ്റർ, അദോനായ് എൻ്റെ ഇടയനാകുന്നു, അങ്ങനെ അവർ പറയൂ. ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം ഈ അക്ഷരങ്ങൾ തിരിച്ചു പറയാൻ തുടങ്ങി. ഇപ്പോൾ GOD എന്നുള്ളതിന് ഗോഡ് എന്നുള്ളതിന് GOD എന്ന് പറയുക എന്ന് പറഞ്ഞ പോലെ ഈ YHWHന് തത്തുല്യമായ എബ്രായ അക്ഷരങ്ങൾ എടുത്തു പറയാൻ തുടങ്ങി. യോദ് ഹേ വൗ ഹേ. ചുരുക്കി പറഞ്ഞാൽ ഒരു യഹൂദ റബി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെയൊക്കെ പോകുന്ന റിലീജിയസ് പീപ്പിൾ ഉണ്ടല്ലോ, തലയിൽ ഇതൊക്കെ വെച്ച് ഇവർ പറയുന്നത് എങ്ങനെയാണ്? യൂദ് ഹേ വൗ ഹേ എന്ന് വെച്ചാൽ യാഹ്വേ. യോദൊരക്ഷരം, വൗ ഒരക്ഷരം, യൂദ് ഹേ വൗ ഹേ. നമ്മുടെ 110 സങ്കീർത്തനം അതിൽ 6ാമത് ഉറപ്പുണ്ട് ഈ വൗ. പണ്ടൊരു ദിവാസൻ ഓർത്ത് ഇത് ആരെയോ പേരാന്ന് ഓർത്തിട്ട് പ്രബോധനം പറഞ്ഞു കർത്താവിൻ്റെ വിലയേറിയ ദാസൻ വൗ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ ഇതൊക്കെ ഇടയായിത്തീർന്നു. വൗ അക്ഷരമാണ്. അപ്പോൾ യൂദ് ഹേ വൗ ഹേ. യൂദ് എന്ന് പറഞ്ഞാൽ വൈക്ക് പകരമുള്ള അക്ഷരം, ഹേ ഹേത്തെന്നുള്ള അക്ഷരം. യൂദ് ഹേ വൗ ഹേ. അപ്പോൾ YHWH 6828 ആവർത്തി ബൈബിളിൽ കിടപ്പുണ്ട് യൂദ് ഹേ വൗ ഹേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹോവ എന്ന് കാണുന്നില്ല. അതിൻ്റെ കാരണം ജൂതന്മാർക്ക് ഇത് പറയാനുള്ള ഭയം നിമിത്തം അവർ പിൽക്കാലത്ത് പറഞ്ഞതാണ് ബൈബിൾ കിടക്കുന്നത് കർത്താവിൻ്റെ ഇടയനാകുന്നു, കർത്താവിൻ്റെ കർത്താവിനോട് അപ്പുറത്ത് കിടക്കുന്ന യഹോവ. ചുരുക്കി പറഞ്ഞാൽ ജൂതന്മാർ യാഹ്വേ എന്ന് വിളിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായവനെയാണ് നമ്മളും ആരാധിക്കുന്നത്. അതുകൊണ്ട് യാഹ്വേ വിരുദ്ധത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ ഒന്നല്ല. കരുണാമയനായ ആ ദൈവപിതാവിനെ നമ്മൾ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനും പിതാവുമൊക്കെയായി കാണുന്നു. പുത്രനായ യേശുക്രിസ്തുവാണ് നമ്മോടൊപ്പമുള്ള നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, രക്ഷിതാവ്. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് പ്രകാരമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് യാഹ്വേ വിരുദ്ധത ക്രിസ്തീയമായിരിക്കുന്നില്ല. അപ്പം നമുക്കിന്ന് പര്യവസാനിപ്പിക്കാൻ തോന്നുന്നു. വൈ നോട്ട്? ഒക്കെ വിളിക്കാൻ ഈ ബൈബിൾ തന്നെ, മലയാളം ബൈബിൾ തന്നെ പഠിപ്പിച്ചത്. അതിനെന്താ ഒരു പരിഹാരം? കോട്ടയത്ത് നമുക്കൊരു ഗാന്ധിജി യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് MG എന്ന് പറയുക. അത് സമരം ചെയ്താണ് ഗാന്ധിജി MG ആക്കുന്നത്, മഹാത്മാഗാന്ധി ആക്കുന്നത്. അതിൻ്റെ കാരണം കുറേ കാലം കഴിയുമ്പോൾ ഇതേത് ഗാന്ധി, രാഹുൽ ഗാന്ധിയാണോ രാജീവ് ഗാന്ധിയാണോ സോണിയാഗാന്ധിയാണോ സംശയം വേണ്ട, ഇറ്റ് ഈസ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് പറയണം. ബൈബിളിൽ ദൈവത്തെ നീ എന്ന് കാണുന്നെങ്കിൽ, അവൻ എന്ന് കാണുന്നെങ്കിൽ അവൻ എന്ന് തന്നെയാണ് നമ്മളും കാണേണ്ടത്. അതിൻ്റെ കാരണം ദൈവത്തിന് ഒരു സ്ത്രീ ഭാവം നൽകാനുള്ള ശ്രമം ഈ ഫെമിനിസ്റ്റ് തിയോളജിക്കാർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് പുരുഷഭാവമാണ് എന്ന അർത്ഥത്തിലുമല്ല പറയുന്നത്. പക്ഷേ നീ അവൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ വിളി തരുന്ന ഒരു ഇൻറ്റോണേഷനുണ്ട്, ശബ്ദം. അതിൽ ജനിക്കുന്നത് ഭക്തിയാണെങ്കിൽ ആ പദം തെറ്റില്ല. എന്നാൽ അങ്ങനെ ആ പദത്തിൽ നമുക്ക് മുമ്പേ പറഞ്ഞൊരു തരത്തിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ അങ്ങ് എന്ന് അഭിസംബോധന ചെയ്യാം, അവിടുന്ന് പറയാം. പക്ഷേ എഴുതുമ്പോൾ അവനം തന്നെ കിടക്കണം. കെത്തിവിക്കിരെ നിയമം അതാ. കാരണം ഇംഗ്ലീഷിലും അതേ പറ്റൂ, യു എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഈ പറയുന്ന ആളിൻ്റെ വാക്ക്, ആ വിളിയുടെ സമീപനമാണ്, ആറ്റിറ്റ്യൂഡ്. അതാ കറക്റ്റ് പദം. ആറ്റിറ്റ്യൂഡ് ഭക്തി നിർഭരമായിരിക്കണം. കാരണം ദൈവം നമ്മുടെ വ്യാകരണം നോക്കിയല്ല ഇടപെടുന്നത്. ഒന്നും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് അത് മനസ്സിലാവും, അല്ലേ? അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കാം, ദൈവമെന്ന് വിളിക്കാം, കർത്താവെന്ന് വിളിക്കാം, അവിടുന്ന് വിളിക്കാം. ഭക്തിയിൽ അത്തരത്തിൽ യാതൊരു റെസ്ട്രിക്ഷനും പ്രത്യേകിച്ചില്ല. അത് ഹൃദയംഗമമാണ്. ഇനിയും ചോദ്യം? മലയാളം കുഴപ്പമില്ല.
ഇല്ല, യഹോവ എന്ന് ചേർത്താൽ മതി. നമുക്ക് യഹോവ എന്ന് വിളിക്കാം. എൻ്റെ കാരണം എന്താ? ജൂതൻ, അതെ, ഇത് കേൾക്കേണ്ട ഒരു കാര്യം, ഈ ജൂതന്മാർ, റബിമാർ വ്യാഖ്യാനിച്ച് ഇത് സങ്കീർണമാക്കി. അവരാണത്, അതിൽ നിന്ന് കർത്താവ് ഇവരെ പരിഹസിച്ചിട്ട് അവിടെ നിന്നെല്ലാം മാറ്റി ശുദ്ധീകരിച്ച് തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ അവർ ആഡ് ചെയ്തു. ശാസ്ത്രിമാർ അത് മാറ്റിക്കൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും കൊണ്ടുവന്ന വ്യാഖ്യാനത്തെ മുഴുവൻ തള്ളിയിട്ട്, ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ അടുത്ത് ഇതുപോലൊരു ചോദ്യം ചോദിച്ചാൽ കർത്താവ് അതിൽ നിന്ന് ഒത്തിരി മറുപടി പറയാതെ പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു. ഇവിടെ നമുക്കങ്ങ് തുടങ്ങാം. അവർ സിമ്പിളാക്കി തന്നത്. കാരണം ഇവരെല്ലാം പലതരം വേർഷനുകൾ ഉണ്ടാക്കി ആകെ കുരുക്കാക്കിയിട്ടിരുന്നൊരു ലോകത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ യേശു ചെയ്ത ഒറ്റ പ്രവൃത്തി, നമുക്ക് ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് തുടങ്ങാം, ജീവനുള്ള പൊതുവഴി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സിമ്പിൾ. അപ്പോൾ യേശു തന്ന മാതൃക, പൗലോസ് തന്ന മാതൃക, അപ്പോസ്തലന്മാർ തന്ന മാതൃക, അതുവഴിയാണ് നമ്മൾ ദൈവിക ചിന്ത ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. സന്തോഷമായോ? അപ്പോൾ ഇന്ന് നമ്മൾ പര്യവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഇൻറ്റേണലി രൂപപ്പെട്ടു വരുന്ന ഇങ്ങനെ ചില ആശയങ്ങളും ട്രിനിറ്റി, നമുക്ക് ട്രിനിറ്റി പ്ലസ് എക്സ്റ്റേണലായ ചില കാര്യങ്ങൾ, ബാക്കി 3 ദിവസം കൂട്ടുണ്ടല്ലോ, ഇത് എല്ലാവരെയും സഹായിക്കും.